ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒന്ന് തിമോത്തി 6 അധ്യായം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ എങ്കിലും ഒന്നുകൂടെ, കാരണം ബൈബിളില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ അപ്പോസ്തലന്മാരും ഡീൽ ചെയ്തേക്കുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് സമ്പത്തുമായിട്ടുള്ള ബന്ധം. അപ്പം ഇതില് 1 തിമോത്തി 6 വളരെ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം. അതിൻ്റെ 6 തുടങ്ങി വായിക്കുമ്പോൾ ഈ 6 തുടങ്ങിയുള്ള സ്ഥലത്ത് സമ്പത്തിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ഹെഡിങ് ഒക്കെ വരുമ്പോൾ ഒത്തിരി ഒരു കണ്ടിന്യൂറ്റി പോകും. അതുകൊണ്ട് നമുക്കിന്ന് കണ്ടിന്യൂറ്റിയോട് കൂടി ചിന്തിക്കാം. 6 തുടങ്ങി ചിന്തിക്കുമ്പോൾ സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തിയിൽ വലിയ നേട്ടമുണ്ട്. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ ഇവ കൊണ്ട് നമുക്ക് സംതൃപ്തരാകാം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ട് അത് ഒരു ക്രിസ്ത്യ വിശ്വാസിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കർത്താവിനെ സേവിക്കുന്ന ഒരാളിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞേക്കുക. അവിടെ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അവസാനം വരെ സമ്പത്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തിയിൽ വലിയ നേട്ടമുണ്ട്. അതായത് ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് ഗെയിൻ എന്നാണ്. അപ്പൊ ഉള്ളതിൽ നമ്മൾ സംതൃപ്തരായിട്ട് ജീവിക്കുമ്പോൾ ആ ദൈവഭക്തിയിൽ വലിയ നേട്ടമുണ്ട്. അതിന് റീസൺ ആയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന റീസൺ ഇതാണ്: നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതൊരു സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അത് നേക്കഡായിട്ട് വരുന്ന ഒന്നുമില്ല, തിരികെ പോകുമ്പോഴും നമുക്കറിയാം ഒന്നുമില്ല. അപ്പൊ ആ ലോജിക്കിന്റെ ബേസിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ഇൻ ബിറ്റ്വീൻ ഈ ജനനം തുടങ്ങി മരണം വരെ മനുഷ്യനാകെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണാനും ഉടുക്കാനും, അത് മാത്രമേ സമ്പത്തുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ബേസിക്കലി ചെയ്യുന്നുള്ളൂ. ഒത്തിരി ബാക്കി എല്ലാം ചെയ്യുന്ന എക്സ്ട്രാ. മനുഷ്യന് ബേസിക്കലി ഒരു ഗുണമില്ലാത്ത കുറെ കാര്യങ്ങളാണ് സമ്പത്ത് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത്, അതുകൊണ്ട് ഉണ്ണാനും ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ ഇവ കൊണ്ട് നമുക്ക് സംതൃപ്തരാകാം. അപ്പൊ ഇതൊരു ക്രിസ്ത്യ വിശ്വാസിയെ സംബന്ധിച്ച്, അതുകൊണ്ട് ഇതിനപ്പുറത്തേക്കൊന്നും ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഇല്ലെന്നോ ഉണ്ടാകാൻ പാടില്ലെന്നോ അല്ല. അറ്റ് ദി സെയിം ടൈം ഇത്ര ഉള്ള ഒരു ക്രിസ്ത്യ വിശ്വാസിക്ക് മെറ്റീരിയൽ കാര്യങ്ങളിൽ, ബാക്കിയുള്ള കാര്യങ്ങളിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, സ്പിരിച്വൽ കാര്യങ്ങളുണ്ട്. എന്നാൽ മെറ്റീരിയൽ റിക്വയർമെന്റ് സംബന്ധമായിട്ട് നമുക്ക് ഉണ്ണാനും ഉണ്ട്, ഉടുക്കാനും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വസിക്കാനുള്ള ഭവനം, ഇതൊക്കെ ഇത്രയും ബേസിക് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കാക്ഷിക്കുന്നത് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള സമ്പത്തിൽ മനസ്സ് വെക്കാത്തതുകൊണ്ട്. അതവിടെ അപ്പോസ്തലൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഫാക്ട് അതാ. കാരണം ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, നമ്മൾ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ അത് നോക്കുന്ന, ആ കണ്ടന്റ്മെന്റുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് നോക്കുന്നതല്ല. ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തില് ഇവിടെ എല്ലായിടത്തും കമ്പാരിസൺസ് പൗലോസ് അവിടെ ചെയ്യുന്നു. അവിടെയും അത് തന്നെയാണ്. 17 തുടങ്ങി വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അനുകരിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്ന പലരുമുണ്ട്. അവരെ പറ്റി പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിറകണ്ണുകളോടെ ഇപ്പോഴും ഞാൻ പറയുന്നു, അവരുടെ അവസാനം നാശമാണ്, അവരുടെ ദൈവം വയറാണ്. ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നി ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പൊ ഇവിടെയും കമ്പാരിസൺ. അവിടെ ആ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിച്ചതിന്റെ എക്സാക്ട്ലി നിഴല അവിടെ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് വരാനിരിക്കുന്ന ഒരു ലോകത്തില് ശ്രദ്ധ വെക്കുന്നവരാണ് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ സംതൃപ്തരായിട്ട് ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു കൂട്ടർ, ഇതും വിശ്വാസകോളത്തിലെ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് അവരുടെ ദൈവം വയറാണെന്ന് പറഞ്ഞേക്കുന്നത് ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല, അവരുടെ മനസ്സ് ടോട്ടലി ഈ ലോകത്തിലാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞേക്കുവാണ്, ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നി ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. എന്നാൽ നമ്മളോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് അപ്പസ്തോലൻ എടുത്തേക്കുന്ന സ്റ്റാൻഡ് എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ അപ്പസ്തോലൻ പറഞ്ഞേക്കുന്നു, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അത് മതി. കാരണം ലോജിക്ക് ഇതാണ്,
ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. എന്തൊക്കെ ഉണ്ടാക്കിയാലും അപ്പൊ ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇത്രയും ബേസിക് റിക്വയർമെന്റ്സ് ദൈവം തന്നിട്ട് വീണ്ടും അതിനു വേണ്ടി അധ്വാനം ചെയ്യുമ്പോൾ വി ആർ മിസ്സിങ് സംതിങ്. അതായത് കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളെയും മിസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഉള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം. അപ്പൊ ഇവിടെ എന്നിട്ട് പൗലോസ് പറയാണ് 20 തുടങ്ങി വായിക്കുമ്പോൾ, നമ്മളാകട്ടെ ഒരു ഓപ്പോസിറ്റ് മീനിങ്ങുകളാണ്, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ്. അപ്പൊ കുറെ ആൾക്കാര് ഭൗമിക വസ്തുക്കളിൽ ലോകത്തിലെ നേട്ടങ്ങളിലും മനസ്സൂന്നി ജീവിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആദ്യമേ തന്നെ പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. നല്ല മാതൃക അല്ലാത്ത ഇവരെ കുറിച്ച് പറഞ്ഞിട്ട് നിറകണ്ണുകളോടെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, നമ്മളാകട്ടെ സ്വർഗത്തിലെ പൗരന്മാരാണ്, അവിടെ നിന്ന് വരുന്ന ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. എല്ലാം തനിക്ക് വിധേയമാക്കുന്ന തൻ്റെ ശക്തി പ്രയോഗിച്ച് അവൻ നമ്മുടെ നിസ്സാരമായ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി തൻ്റെ മഹത്വപൂർണമായ ശരീരത്തിന് സമാനമാക്കും. അതായിരുന്നു പൗലോസിന്റെ അല്ലെങ്കിൽ എല്ലാ അപ്പോസ്തലന്മാരുടെയും നമ്മുടെ എക്സ്പെക്ടേഷൻ ഇതായിരിക്കണം. കാരണം നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാ കാത്തിരിക്കുന്നത്? നമ്മുടെ ഈ കറപ്റ്റബിൾ ബോഡി അല്ലെങ്കിൽ ദ്രവത്വമുള്ള ശരീരം. ദ്രവത്വമുള്ള നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ എത്ര കുളിച്ച് നീറ്റായാലും നെക്സ്റ്റ് ഡേ കുളിച്ചില്ല വീണ്ടും അഴുക്കാവും. അല്ലെങ്കിൽ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ദ്രവത്വമുള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാ ഇവിടെ പൗലോസ് പറയുന്നത്, ഈ ദ്രവത്വമുള്ള ശരീരം മാറിയിട്ട് ദ്രവത്വമില്ലാത്ത ഒരു ശരീരം ദൈവം നമുക്ക് തരും. അപ്പൊ ഇവര് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഇവരെല്ലാം പ്രതീക്ഷ വെച്ചോണ്ടിരിക്കുന്ന ഇതിനകത്താണ്. അതായത് വരാനിരിക്കുന്ന രക്ഷിതാവിനെ അവർ കാത്തിരുന്നു. എന്നിട്ട് പറഞ്ഞേക്കാണ്, എല്ലാം തനിക്ക് വിധേയമാക്കുന്ന തൻ്റെ ശക്തി പ്രയോഗിച്ച് അവൻ നമ്മുടെ ഈ കറപ്റ്റബിൾ ബോഡിയെ അല്ലെങ്കിൽ ദ്രവത്വമുള്ള ശരീരത്തെ ദ്രവത്വമില്ലാത്ത ശരീരമാക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ശരീരം എല്ലാം ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രായം കൂടുമ്പോൾ അതിന്റെ ഡീജനറേഷൻ, വാർദ്ധക്യത്തിന്റെ അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളും ഇതെല്ലാം. എന്നാല് ദ്രവത്വം ഇല്ലാത്തൊരു ശരീരം. അപ്പൊ അവരെ സംബന്ധിച്ച് നമുക്ക് ബൈബിൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞേക്കുന്ന ഇവിടെ നമ്മൾ കണ്ടു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് വരുന്ന ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ മഹാദൈവവും രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ നമ്മൾ കാത്തിരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ആ സ്വർഗത്തിൽ നിന്നുള്ള രക്ഷിതാവിനെ നാം കാത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ഇതേ കാര്യം തന്നെ. ഒന്ന് ലോകത്തിലെ കാര്യങ്ങളിൽ മനസ്സ് വെച്ച് ജീവിക്കുന്ന ആൾക്കാര്, മറ്റത് സ്വർഗത്തിൽ നിന്ന് വരുന്ന രക്ഷിതാവിനെ കാത്തിരിക്കുന്നു. എല്ലാം തനിക്ക് വിധേയമാക്കുന്ന ആ ശക്തി. ലെറ്റ് us come back to 1 Timothy 6 വരുമ്പോൾ, അപ്പൊ ഈ കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അത് ദൈവം തന്നാലേ അത് നമുക്ക് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി ദൈവം തരുന്നത്, ദൈവത്തിന്റെ ദാനം. അല്ലെങ്കിൽ എപ്പോഴും മനുഷ്യന് എപ്പോഴും വീണ്ടും വീണ്ടും കിട്ടണം എന്നുള്ള ആഗ്രഹമായിരിക്കും. നമ്മൾ അതൊന്നും വായിക്കുന്നില്ല. സഭാപ്രസംഗി 5:10 വായിക്കുമ്പോൾ അപ്പൊ അതൊന്ന് വായിക്കാം. പണത്തെ സ്നേഹിക്കുന്നവൻ പണം കൊണ്ടും സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ ലാഭം കൊണ്ടും സംതൃപ്തനല്ല, ഇതും വ്യർത്ഥം. അത് മതി. അപ്പം പണത്തെ സ്നേഹിക്കുന്നവൻ പണം കൊണ്ടും സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ ലാഭം കൊണ്ടും. അപ്പൊ അതില് ഞാൻ ഈ ഓശാൻ അല്ല POC ബൈബിളിൽ വായിച്ചപ്പോ ഇത്തിരിയോടെ 5:10 തുടങ്ങി വായിക്കും. ഇത്തിരിയോടെ നല്ല ഹൃദയസ്പർശിയായി ട്രാൻസ്ലേഷൻ. ഇത് പറഞ്ഞേക്കുന്നത്, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവന് ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല, ഇതും മിഥ്യ തന്നെ. അപ്പൊ ഇത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ഇതൊരു ക്യാരക്ടർ. അത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കോപം, ക്രോധം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതൊരു ക്യാരക്ടറാണ്. അത് ദ്രവ്യാഗ്രഹിക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് ഒരിക്കലും സംതൃപ്തി വരില്ല. അപ്പൊ അവന്റെ ആ ക്യാരക്ടർ എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ കോപം എന്ന് പറയുന്ന ഒരാള്, അല്ല കോപം എന്ന് പറയുന്ന സ്വഭാവം
അത് മാനസാന്തരപ്പെട്ട് കോപം മാറിയില്ലെങ്കിൽ കോപം വന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ദ്രവ്യാഗ്രഹിക്ക് എത്ര ദ്രവ്യം കിട്ടിയാലും അവൻ ദ്രവ്യാഗ്രഹിയായിട്ട് തന്നെ തുടരും. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവന് ധനം കൊണ്ട് ഒരിക്കലും തൃപ്തി വരികയില്ല. അപ്പൊ ആലോചിച്ച് നോക്കാം. അപ്പം ഈ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞേക്കുന്നതിന്റെ അത് ഇത് മാനസാന്തരത്തിൽ നിന്ന് ഉണ്ടാകത്തുള്ളൂ കണ്ടന്റ്മെന്റ്, അല്ലാതെ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഈ ക്യാരക്ടർ വേരോടെ പറഞ്ഞു പോയില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ദ്രവ്യാഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ എത്ര ദൈവം ഉയർത്തിയാൽ വീണ്ടും ദ്രവ്യാഗ്രഹി തന്നെയായിരിക്കും. ക്യാരക്ടർ ഒരു മാറ്റവും വരില്ല. അല്ലെങ്കിൽ ധനം മോഹിക്കുന്നവന്, അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കണം, ഇനി ഇതൊന്നും ഇല്ല. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞേക്കുന്നത് ദ്രവ്യാഗ്രഹിക്ക് ഒരിക്കലും ദ്രവ്യം കൊണ്ട്. അപ്പൊ പൗലോസ് പറഞ്ഞ വചനം ഇതോടെ നമ്മൾ തട്ടിക്കണ്ടേ. ഗോഡ്ലിനെസ്. അപ്പൊ ഈ കണ്ടന്റ്മെന്റ് അപ്പൊ എവിടെന്നാ വരുന്നത്? അല്ല, കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാ. അതിന്റെ നേരെ ഓപ്പോസിറ്റാ ദ്രവ്യാഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയം. അപ്പൊ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം ഇല്ലെങ്കിൽ അവരുടെ വെൽത്ത് എത്രയാണേലും സെയിം സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടുന്തോറും ദ്രവ്യാഗ്രഹം കുറയുമായിരിക്കും, കൂടുമായിരിക്കും, അത് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ധനം മോഹിക്കുന്നവർക്ക് കൂടുതൽ ധനം കിട്ടും തോറും ആ കാര്യങ്ങളിൽ അവർ കൂടുതൽ ബിസി ആയിരിക്കും. കാരണം അവർ ധനം മോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ കിട്ടും തോറും കൂടുതൽ അതിനെക്കുറിച്ചുള്ള. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ്. അപ്പൊ ഈ രണ്ട് ക്യാരക്ടറിന്റെ മേല്, അല്ലെ ദ്രവ്യാഗ്രഹം അല്ലെ ധനത്തോടുള്ള ആഗ്രഹത്തിന്റെ മേല് വിജയം കിട്ടാത്ത ആർക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിക്കാനേ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിക്കപ്പെടാറില്ല, അല്ലെ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സംസാരിക്കപ്പെടാറുണ്ട്. കാരണം ദൈവം നമ്മളെ കൂടുതൽ സമ്പന്നരാക്കും. അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം ഇല്ലാതെ ചില പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെന്താക്കി മാറ്റും? ദ്രവ്യാഗ്രഹികളാക്കി മാറ്റും. കാരണം നമ്മൾ സമ്പത്ത് ഉണ്ടാക്കണം എന്ന് കേട്ടിട്ട്. അപ്പൊ ഇതില് ഈ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഈ കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടർ. അല്ലാതെ അത് പണം കിട്ടിക്കൊണ്ട് ഒരിക്കലും കണ്ടന്റ്മെന്റ് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ പണത്തെ മോഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പണത്തോടുള്ള മോഹം പണം കിട്ടിയതുകൊണ്ടില്ലാതാകത്തില്ല. പിന്നെ എങ്ങനെ ഉണ്ടാകണം? അത് ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ദി റിപ്പൻറ്റൻസ്. അതുകൊണ്ടാണ് ഈ 1 തിമോത്തി 6 വരുമ്പോൾ നമ്മൾ ഇത്തിരി കെയർഫുൾ ആയിട്ട് വായിച്ച ഈ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം അതിന്റെ 3ാം സെന്റൻസിൽ നിന്നാണ് പൗലോസ് അത് പറഞ്ഞു വരുന്നത്. 3ാം സെന്റൻസിൽ പറയുകയാണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരിയായ പ്രബോധനത്തോടും ദൈവഭക്തിക്ക് അനുസൃതമായ പഠനങ്ങളോടും യോജിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അഹങ്കാര തിമിർപ്പിലാണ്. അപ്പോൾ ഈ കറക്റ്റ് ടീച്ചിങ് ഇല്ലാതെ വരുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്ട്സ് വരുന്നതല്ല. കറക്റ്റ് ടീച്ചിങ് കൊണ്ട് സംഗതി ശരിയാകത്തില്ല. കറക്റ്റ് ടീച്ചിങ് അക്സെപ്റ്റ് ചെയ്ത്, അതാണല്ലോ ദൈവവചനത്തെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതായത് ദൈവവചനത്തെ കുറിച്ച് എങ്ങനെയാണ്? ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ടാൽ മാത്രം. മാനസാന്തരം എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക. ഈ മർക്കോസിന്റെ സുവിശേഷം 4ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 12 വായിക്കുമ്പോൾ, അവർ നിശ്ചയമായും കാണും പക്ഷെ ഗ്രഹിക്കുകയില്ല, നിശ്ചയമായും കേൾക്കും പക്ഷെ മനസ്സിലാക്കിയില്ല, അല്ലായിരുന്നെങ്കിലോ അവർ മാനസാന്തരപ്പെട്ട് മോചനം നേടുമായിരുന്നു. അപ്പൊ നമ്മൾ ഈ കറക്റ്റ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ടീച്ചിങ് കറക്റ്റ് കിട്ടിക്കൊണ്ട് കാര്യമില്ല. കറക്റ്റ് ടീച്ചിങ് കിട്ടിയില്ലെങ്കിൽ ഈ സിൻസിയർ ആയിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവിക്കാൻ പറ്റാതാവും. അതുകൊണ്ടാണ് പിശാചിന്റെ, നമ്മൾ ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിലെല്ലാം ഉണ്ട്, അന്ത്യകാലത്ത് അല്ലെങ്കിൽ പൗലോസിന്റെ ഗുഡ് ബൈ ലെറ്റേഴ്സാണ്. അതുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിവെന്റീവ് കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പൗലോസ് മരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ടീച്ചിങ്ങിലാണ് പിശാച് ഏറ്റവും കൂടുതൽ കയറി ഇന്റർഫിയർ ചെയ്യുന്നത്. 4ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അതായത് അന്ത്യകാലത്ത്, വരും കാലത്ത് ചില ആളുകൾ കപട ആത്മാക്കളെയും പിശാചിന്റെ സിദ്ധാന്തങ്ങളെയും ചെവിക്കൊണ്ട് വിശ്വാസത്തിൽ നല്ല സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അപ്പൊ പിശാച് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്
പിശാജ് എങ്ങനെ ചെയ്യുന്നത്? പിശാജ് തൻ്റെ കയ്യിലെടുത്തിരിക്കുന്ന ആൾക്കാർ മുഖാന്തരമായിട്ട് ഉപദേശത്തിൽ വിഷം കലർത്തും. കാരണം ഇവിടെ 6-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കുന്ന എല്ലാവരും ശരിയായ പ്രബോധനത്തോട് അനുസൃതമായത് പഠിപ്പിക്കാത്ത ആൾക്കാരെല്ലാം അഹങ്കാരം എന്ന് പറഞ്ഞാൽ അപ്പം പിശാചിന്റെ കയ്യിലേക്ക് പോയി. അഹങ്കാരം എന്ന് പറയുന്നതാണ് പിശാചിന്റെ ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോ കറക്റ്റ് ടീച്ചിങ് കിട്ടാൻ നമ്മൾ വിചാരിക്കും അവിടെ കറക്റ്റ് ടീച്ചിങ് അല്ല, ഇവിടെ കറക്റ്റ് ടീച്ചിങ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒത്തിരി റോങ് ടീച്ചിങ്ങുകളെ കുറിച്ച്. പക്ഷെ കറക്റ്റ് ടീച്ചിങ് എങ്ങനെ ഒരു മനുഷ്യന് കിട്ടാൻ പറ്റുന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. കറക്റ്റ് നമ്മൾ പറയില്ലേ, നമ്മൾ എന്നും ചിന്തിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് ആ ടീച്ചിങ് ശരിയല്ല, ഇവർക്ക് ഈ ടീച്ചിങ് ശരിയല്ല, ബാക്കി ഇതൊഴികെ ബാക്കി എല്ലാം ശരിയാണ്. ഇതെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഷാജൻ? എന്തുകൊണ്ടാ മനുഷ്യൻ ഉപദേശത്തിൽ തെറ്റിപ്പോകുന്നത്? അല്ല, നോക്ക്, ഈ എസേക്കിയൽ ചാപ്റ്റർ 20 എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലാത്തതുകൊണ്ടല്ല. ശ്രദ്ധിക്കണം. അതിന്റെ 24 തുടങ്ങി വായിക്കുമ്പോൾ, എസേക്കിയൽ 20:24 തുടങ്ങി വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് വെരി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെ എടുത്തിട്ടുമില്ല, ഈ റെഫറൻസ് എടുത്തിട്ടില്ല ഇതുവരെ. കാരണം അവർ എൻ്റെ അനുശാസനങ്ങൾ നടപ്പാക്കാതെ എൻ്റെ ചട്ടങ്ങൾ തള്ളിക്കളഞ്ഞു, എൻ്റെ ശാബത്തുകൾ അശുദ്ധമാക്കി. അവരുടെ കണ്ണുകൾ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിലായിരുന്നു. മാത്രമല്ല ഞാൻ അവർക്ക് ഗുണകരമല്ലാത്ത ചട്ടങ്ങളും ജീവൻ പ്രാപിക്കാൻ ഉതകാത്ത അനുശാസനങ്ങളും നൽകി. അവരുടെ വഴിപാടുകളാൽ തന്നെ ഞാൻ അവരെ അശുദ്ധരാക്കി. ആദിജാതരെ എല്ലാം ഹോമബലി അർപ്പിക്കാൻ ഇടവരുത്തി. അവരെ ഞാൻ ഭയരഹിതരാക്കി. ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയേണ്ടതിനായിരുന്നു ഞാൻ ഇത് ചെയ്തത്. അപ്പൊ ഇതില് ഇനീഷ്യലി മനുഷ്യന്റെ ഇറസ്പോൺസിബിലിറ്റി വന്നു. സത്യത്തോട് അല്ലെങ്കിൽ സത്യത്തെ സ്നേഹിക്കാത്ത അവസ്ഥ വന്നു. 24, അതായത് അവർ എൻ്റെ അനുശാസനങ്ങൾ നടപ്പാക്കാതെ എൻ്റെ ചട്ടങ്ങൾ തള്ളിക്കളഞ്ഞു. എക്സാമ്പിൾ പറഞ്ഞേക്കണം, ശാബത്ത് അശുദ്ധമാക്കി, വിഗ്രഹങ്ങളിലേക്ക് കണ്ണുവിട്ടു. അപ്പൊ ഇത് മനുഷ്യൻ, നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തെ ഏറ്റുപറയുന്നതും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതും അനുചിതം എന്ന് അവർ കരുതിയത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ തള്ളിക്കളഞ്ഞു. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, ഇവര് എൻ്റെ ചട്ടങ്ങൾ നടപ്പാക്കാതെ അതിനെ തള്ളിക്കളഞ്ഞു. അല്ലെങ്കിൽ സത്യത്തോടുള്ള സ്നേഹം പോയിട്ട് ദൈവവചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന അവസ്ഥ പോയി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? 25-ാം സെന്റൻസ്, ഗുണകരമല്ലാത്ത ചട്ടങ്ങളും ജീവൻ പ്രാപിക്കാൻ ഉതകാത്ത അനുശാസനങ്ങൾ ആര് നൽകി? ദൈവം നൽകി. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ്. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ്, നമുക്ക് ബൈബിൾ ഈസ് വെരി സിമ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ സ്വർണത്തെ കുറിച്ചുള്ള ടീച്ചിങ് ആകട്ടെ, ശാപത്തിനെ കുറിച്ചുള്ള ടീച്ചിങ് ആകട്ടെ, ദശാംശത്തെ കുറിച്ചുള്ള ടീച്ചിങ്, എവറിത്തിങ് ഇസ് ബൈബിൾ ഈസ് ദി സിംപിളസ്റ്റ് ബുക്ക്. ഈ ലോകത്തിലുള്ളതിൽ ഏറ്റവും സിമ്പിൾ ബുക്കാണ് ബൈബിൾ. കാരണം അതിന്റെ ലക്ഷ്യം എങ്ങനെയാണ്? എല്ലാ ലെവലിലുള്ള മനുഷ്യർക്കും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും, പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ധനികർക്കും ദരിദ്രർക്കും എല്ലാവർക്കും വേണ്ടി എഴുതിയ സിംപിളസ്റ്റ് ബുക്കാണ്. പക്ഷെ ഇത് ഈ കറക്റ്റ് ഡോക്ടറിൽ നിൽക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അവരറിഞ്ഞ സത്യങ്ങളോട്, അല്ലെങ്കിൽ എൻ്റെ അനുശാസനങ്ങൾ അവർ ഭയത്തോടെ അനുസരിച്ചില്ല, അതുകൊണ്ട് തെറ്റായിട്ടുള്ള ഡോക്ടറിൻസ് ഞാൻ അവർ കൈവിട്ടുന്നത് ദൈവത്തിന്റെ വചനം പറഞ്ഞു. അപ്പോ കാരണം കറക്റ്റ് ഡോക്ടറിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. കറക്റ്റ് ഡോക്ടറിൻ, കാരണം കറക്റ്റ് ഡോക്ടറിന് ഇല്ലെങ്കിൽ ആർക്കും ശരിയാകാൻ പറ്റത്തില്ല. കറക്റ്റ് ഡോക്ടറിന് ഉണ്ടെങ്കിൽ സിൻസിയർ ആയിട്ടുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റും. സിൻസിയർ ആയിട്ടുള്ളവർ കുറവാണ്, ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ കറക്റ്റ് ഡോക്ടറിന് ഇല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ളവർക്കും രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഇവര് ഈ ദൈവവചനത്തോട് ഡ്യൂ റെസ്പെക്റ്റും റെവറൻസും കാണിക്കാത്തതുകൊണ്ട് ദൈവം അവർക്ക് റോങ് ഡോക്ടറിൻസ് കൊടുത്തു. അത് തന്നെയാണ് 1 തിമോത്തി 6-ാം അധ്യായത്തിൽ വരുമ്പോൾ, ആ ശരിയായ പ്രബോധനങ്ങൾക്ക് അനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യാത്തവര്, അപ്പൊ അഹങ്കാര തിമിർപ്പിലായെന്ന് പറഞ്ഞാൽ ദൈവർ ഫോഴ്സേക്കൻ, അല്ലെ അവർ പിശാചിന്റെ പിടിയിലേക്ക് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. നമുക്ക് അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കുന്നത്, അതായത് കറക്റ്റ് ഡോക്ടറിൻ, ദൈവത്തിന്റെ വചനത്തിൽ സിംപിളസ്റ്റ് ആയിട്ടുള്ള ഈ ഡോക്ടറിൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അഹങ്കാര തിമിർപ്പ് വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് വാഗ്വാദങ്ങള്, തർക്കങ്ങള്, അസൂയ,
ഭിന്നിപ്പ്, പരദൂഷണം, അധമശങ്കകൾ ഉത്ഭവിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം റെമഡി ആയിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ദി റൈറ്റ് യൂസ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്, കറക്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. കറക്റ്റ് ടീച്ചിങ് കേൾക്കുകയും അതിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടമാണെങ്കിൽ ഒരു അൺഗോഡ്ലി ക്യാരക്ടറോടെ വെളിപ്പെടില്ല. കറക്റ്റ് ഡോക്ടറിന് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് സബ്മിറ്റ് ചെയ്യുന്ന, നമ്മളത് മർക്കോസിൽ വായിച്ചത്, അവര് ചില കേട്ടിട്ട് അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല, അല്ലായിരുന്നെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ ഈ വചനം കേട്ടിട്ട് അതിന് സബ്മിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനമാണ്, ഇപ്പം ആര് പറഞ്ഞെന്നുള്ളതല്ല, ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് കൺവിൻസ്ഡ് ആയാല് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ വചനത്തിന് കീഴ്പ്പെട്ടില്ലെങ്കിൽ ഈ ദൈവം ഫോഴ്സേക്ക് ചെയ്യും. ദൈവം എങ്ങനെ ഫോഴ്സേക്ക് ചെയ്യും? ദുരുപദേശങ്ങളെ തരും, അല്ലെങ്കിൽ ഈവൽ ഡോക്ട്രിൻസ്, ഫാൾസ് ഡോക്ട്രിൻസ്, അത് പിശാചിന് നമ്മുടെ ഇടയിലേക്ക് ദുരുപദേശങ്ങൾ കടത്തിക്കൊണ്ട് വരാൻ ദൈവം അനുവദിക്കും. അപ്പൊ പിന്നെ എല്ലാം ദുരുപദേശങ്ങളായിരിക്കും. കുറച്ച് ദുരുപദേശങ്ങൾ വന്ന് പിന്നെ ടോട്ടലി ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദുരുപദേശങ്ങൾ വരും. അങ്ങനെയല്ലേ നമുക്ക് ഇന്നത്തെ ക്രിസ്ത്യ സഭകൾ എടുത്താൽ, വലിയ സഭകളെടുക്കുക, കത്തോലിക്ക സഭയോ യാക്കോബ സഭയോ മർത്തോമ സഭയോ, ഇനിയിപ്പം ഗ്രീക്ക് ഓർത്തഡോക്സ്, ഇങ്ങനെ ആംഗ്ലിക്കൻ ചർച്ച്, ഇതെല്ലാം എടുത്താൽ നോക്ക്, ഈ ബൈബിളിലെ യേശു ക്രിസ്തു ടോട്ടലി ഡിസപ്പിയർഡ് ഈ സഭകളിൽ നിന്നെല്ലാം. ഇത്ര ക്രിസ്തുവിന്റെ ആ സംശുദ്ധമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സുവിശേഷമേ ഇല്ലാതായി പോയി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധയോടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ കറക്റ്റ് ഡോക്ടറിൽ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം വന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന അസൂയ, പരദൂഷണം, അധമശങ്ക, ഇതിന്റെ കൂടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഈ കണ്ടന്റ്മെന്റ് ഇല്ലാത്ത ഹൃദയാവസ്ഥ. ഇതുപോലത്തെ ഒരു പാപം തന്നെയാണ് കണ്ടന്റ്മെന്റ് ഇല്ലാത്ത ഹൃദയാവസ്ഥ. അവർക്ക് എത്ര ദ്രവ്യാഗ്രഹിക്ക് എത്ര പണം കിട്ടിയാലും വീണ്ടും ഒരു വ്യത്യാസം ഇല്ലാതെ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ശരി ഞാൻ അത്യാവശ്യത്തിന് സമ്പാദിച്ചു, ഇനി എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കില്ല. കാരണം ഇത് ദൈവം ഫോഴ്സേക്ക് ചെയ്യുന്ന, കാരണം കറക്റ്റ് ഡോക്ടറിൽ നിന്ന് പോയേക്കുന്നുണ്ട്. കറക്റ്റ് ഡോക്ടറിൻസ് കർത്താവിന്റെ പഠനങ്ങളാണ്. ഗിരിപ്രഭാഷണമുണ്ട്, അതിനകത്ത് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സമ്പാദിക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപം സമ്പാദിക്കണം, എന്നിട്ട് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എവിടെ നിന്ന് വരണം? നിങ്ങൾ മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക, അപ്പം നിങ്ങളുടെ കാര്യം ആരും നോക്കും. അതാണ് ദി ഗോഡ്ലി വേ. നമ്മുടെ കർത്താവിന്റെ കാര്യത്തിൽ നമ്മുടെ ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നതാണ് ദി ബൈബിളിലെ ഗോഡ്ലി ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ കറക്റ്റ് ഡോക്ടറിൽ നിന്ന് പോകുമ്പോൾ വരുന്ന ഒന്നാണ് കണ്ടന്റ്മെന്റ് ഇല്ലാത്ത അവസ്ഥ. എന്നിട്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, ഈ കണ്ടന്റ്മെന്റ് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഈ പാപം എപ്പോഴും വൺ സ്റ്റെപ്പിൽ നിന്ന് അതറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കണ്ടന്റ്മെന്റ് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ അതിന്റെ കൂടെ ദൈവം കൊടുക്കുന്ന വേറൊരു ശിക്ഷ എന്താ? 9 തുടങ്ങി. എന്നാൽ ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ, മീൻസ് കണ്ടന്റ്മെന്റ് ഇല്ലാത്ത എല്ലാ ആൾക്കാരും എന്താഗ്രഹിക്കുന്നവരാ? ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവരാ. അതായത് നമുക്ക് ഭക്ഷണവും വസ്ത്രവും കൊണ്ട് ഹൃദയത്തിൽ സംതൃപ്തിയില്ല. കാരണം നമ്മുടെ സംതൃപ്തി വരേണ്ടത് കർത്താവിൽ നിന്ന്. ഈ സെക്കൻഡ് കൊറിന്ത്യൻസ് 3:5 വായിക്കുമ്പോൾ, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, Second Corinthians 3:5. It is not that we think we are qualified to do anything on our own. Our qualification comes from God. ഇതിനകത്ത് വായിക്കാം. Not that we are sufficient of ourselves to think of anything as being from ourselves, but നമ്മൾ എന്തും ചിന്തിക്കുന്ന our sufficiency is from God. നമ്മുടെ സഫിഷ്യൻസി ദൈവത്തിൽ നിന്നാണ്. എല്ലാം നമ്മളെല്ലാം സഫിഷ്യൻ്റ് ആകും, നമ്മുടെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്യുന്നത് അവർ സഫിഷ്യൻസി ഈസ് ഫ്രം ഗോഡ്. വേറാസ് നമ്മുടെ മനസ്സെന്തിലാ? ടോട്ടലി കർത്താവിന്റെ കാര്യത്തിൽ ഇത് ഗോഡ്ലി വേ ഓഫ് ലൈഫാണ്. നമ്മൾ കർത്താവിന്റെ കാര്യത്തിൽ മാത്രം നമ്മുടെ മനസ്സിന് കൊടുത്ത് ടോട്ടലി നമ്മൾ കർത്താവിന്റെ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുമ്പോൾ അവർ സഫിഷ്യൻസി ഈസ് കമ്മിങ് ഫ്രം ദി ലോർഡ്. അപ്പൊ ഇവിടെ എന്നാൽ ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ, ഇത് പറഞ്ഞിട്ട് ഇതിന്റെ തുടർച്ച നമ്മൾ മറക്കരുത്. തുടർച്ച എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കുന്ന കറക്റ്റ് ഡോക്ടറിൽ നിന്ന് തെറ്റിക്കഴിയുമ്പോൾ, കറക്റ്റ് ഡോക്ടറിൽ നിന്ന് തെറ്റുന്ന എപ്പോഴാണ്? കർത്താവിൽ നിന്ന് കിട്ടിയേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഉപദേശങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ ദൈവം ശരിയല്ലാത്ത പ്രബോധനങ്ങൾക്ക് ദൈവം കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റോങ് ഡോക്ടറിൻസ് വന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ വരുന്ന പാപങ്ങളുടെ ലിസ്റ്റാണ് അസൂയ, പരദൂഷണം, അധമശങ്ക, കണ്ടന്റ്മെന്റ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ സംതൃപ്തി ഇല്ലാത്ത ഹൃദയാവസ്ഥ. അത് കഴിയുമ്പോൾ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ. അവരെന്തൊക്കെ ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നത്? ആഗ്രഹിക്കുന്നവർ ആദ്യമേ തന്നെ ചെന്ന് ചാടുന്ന സ്ഥലം ഏതാ? പ്രലോഭനത്തിലും കെണിയിലും അകപ്പെടുന്നു. കെണി എന്ന് പറഞ്ഞാല് നമുക്ക്
ആ ദ്രവ്യാഗ്രഹത്തിന് നമ്മുടെ ഹൃദയത്തെ കൊടുത്തു കഴിയുമ്പോൾ ദൈവം ഫോഴ്സേക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു സൈന. കെണി എന്ന് പറയുന്നത് മനുഷ്യൻ അറിയാതെ എന്ന് ചാടുന്ന അപകടങ്ങളാണ്. അറിഞ്ഞു എന്ന് ആരും കെണി ചാടത്തില്ല. നമ്മൾ വായിക്കുന്നില്ലേ, പക്ഷി കാണുക ആരും ഫലമിരിക്കില്ല. സെയിം വേ അപ്പൊ ഈ കണ്ടന്റ്മെന്റ് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ്രവ്യാഗ്രഹത്തിലേക്ക് പോകും. അപ്പൊ നാച്ചുറലി ദൈവം ഫോഴ്സേക്ക് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി പ്രലോഭനത്തിൽ ചെന്ന് ചാടും. പ്രലോഭനത്തിന്റെ പിന്നാലെ അത് കെണിയിലകപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞേക്കാണ് മനുഷ്യരെ നാശത്തിലേക്കും സംഹാരത്തിലേക്കും തള്ളിയിടുന്ന ബുദ്ധിശൂന്യവും ഉപദ്രവകരവുമായ നിരവധി വ്യാമോഹങ്ങളിലും അകപ്പെടുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇതിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? മനുഷ്യരെ നാശത്തിലേക്കും സംഹാരത്തിലേക്കും തള്ളിയിടുന്ന. സംഹാരം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രക്ഷനാണ്. അപ്പൊ ദ്രവ്യാഗ്രഹം നമ്മൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അതിന്റെ ഫ്രൂട്ട് വരില്ല. ഗ്രാജുവലി അത് എവിടെ ചെന്ന് അവസാനിക്കും? ടോട്ടൽ ഡിസ്ട്രക്ഷനിൽ ചെന്ന് അവസാനിക്കും. ബൈബിൾ എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. സംഹാരത്തിലേക്കും തള്ളിയിടുന്ന ബുദ്ധിശൂന്യവും ഉപദ്രവകരവുമായ നിരവധി വ്യാമോഹങ്ങളിലും അകപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ പിന്നെ ഇത് നമ്മൾ എന്നും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ എല്ലാം പിന്നില് റിയലി ബുദ്ധിശൂന്യതയാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ലൈഫ് വളരെ സിമ്പിളാണ്. കാരണം കർത്താവിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് കാത്തു സൂക്ഷിക്കും, കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കും. അല്ലെങ്കിൽ മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുന്നവരെ കർത്താവ് എല്ലാ ഭൗതിക ആവശ്യങ്ങളും അവർ നിറവേറ്റിയിരിക്കും. അല്ലെങ്കിൽ കർത്താവിൽ വിശ്വാസം വെച്ചിരിക്കുന്നവരെ ഒരു നാളിൽ ലജ്ജിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിന്റെ മേൽ അവൻ സകല സമൃദ്ധിയും വർഷിക്കും. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഇത് ബുദ്ധിശൂന്യം എന്ന് പറയുന്നത്. കാരണം ദ്രവ്യാഗ്രഹം അതിന്റെ പിന്നാലെ, ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോകണമെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടേ പോകാൻ പറ്റൂ. എന്ത് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ? കർത്താവിനെ മറന്നിട്ടേ പറ്റൂ. കാരണം കർത്താവിനെ ഓർക്കുന്ന ആർക്കും പണത്തിന്റെ പിന്നാലെ പോകാൻ പറ്റില്ല. കാരണം ഇത് ഡയമെട്രിക്കലി രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ഒന്നുകിൽ പണത്തെ സ്നേഹിക്കും അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കും. പണത്തെ സ്നേഹിക്കുന്നവൻ കർത്താവിനെ വെറുക്കുക ചെയ്യുന്നത്. നോക്ക്, നമ്മളിത് ഒരിടത്തും കേൾക്കാൻ കിട്ടത്തില്ല 21-ാം നൂറ്റാണ്ടിൽ. കാരണം 21-ാം നൂറ്റാണ്ടിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് പണത്തെ വേണ്ട വിധത്തിലേക്ക് സ്നേഹിക്കുക എന്നുള്ള വേർഡ് ഉപയോഗിച്ചില്ലെങ്കിലും അതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൂടെ കർത്താവിനെ കൂടെ സ്നേഹിച്ച് കൊണ്ടുപോകാം എന്നുള്ള മൗഢ്യത്തില് ജനത്തെ ആക്കി തീർന്നു. ലാസ്റ്റ് ഡേയ്സ് നോഹിന്റെ കാലം പോലെ ആയിരിക്കുക, സോദം ഗൊമോറ പോലെ ആയിരിക്കുക. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പോകുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇൻസിഡന്റലി ഓർമ്മിച്ചതാ. ഈ നോഹിന്റെ വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് ഗോഡ്ലിനെസ്സിനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല, നമുക്കറിയില്ല. ഈ ബൈബിളിൽ നടന്നിട്ടുള്ള പ്രമാദമായിട്ടുള്ള ദൈവത്തിന്റെ സംഹാര പ്രവർത്തനങ്ങൾ, ഒന്ന് നോഹിന്റെ കാലത്ത്, രണ്ട് സോദം ഗൊമോറ. ഈ ലോത്തിന്റെ കാലത്തെ കാര്യം ചെറിയൊരു ഗ്ലിംസ് നമുക്കുണ്ട്. ലോത്തിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? നീതിയുടെ പ്രഘോഷകനായിരുന്നു. കാരണം സുവിശേഷം അല്ലെങ്കിൽ നീതിയെ കുറിച്ച് ലോത്ത് പ്രസംഗിച്ചിരുന്നു. നോഹിന്റെ കാലത്ത് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്നാല് പിന്നീടുള്ള കലാമിറ്റി ഏതാ? ദൈവത്തിന്റെ വലിയ സന്ദർശനങ്ങൾ വന്ന ഏതൊക്കെയാ? ഒന്ന് സോദം ഗൊമോറ, ഒന്ന് വെള്ളപ്പൊക്കം, പിന്നെ ഏതാ? ഇസ്രായേലിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ബാബിലോൺ എക്സൈല്, ബാബേൽ പ്രവാസം. അത് ആ സമയത്ത് നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ജെറമിയ 36 എടുക്കുമ്പോൾ. അപ്പൊ ഞാനിത് പറയുന്നതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മൾ വിചാരിക്കുമോ ഇത് നമുക്ക് നല്ല ഭക്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് കർത്താവിന്റെ വരവോ അല്ലെ നമ്മളൊരു ഫോഴ്സേക്കൻ കമ്മ്യൂണിറ്റി അല്ല ഇപ്പൊ കാണുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ജെറമിയ 36 എടുക്കുമ്പോ അതിന്റെ 36 സംഭവങ്ങൾ നമുക്കറിയാം. ബാബിലോൺ എക്സൈൽ 2 സ്റ്റെപ്പായിട്ടാണ്. അറിയില്ലേ? ഒന്ന് യഹോയാക്കീമിന്റെ കാലത്തും സിദക്കിയുടെ കാലത്തും. യഹോയാക്കീമിന്റെ കാലത്ത് ഒരു പാർഷ്യലായിട്ടുള്ള ഒരു ബാബിലോൺ എക്സൈൽ നടന്നു. കാരണം യഹോയാക്കീമിനെ പിടിച്ചോണ്ട് പോയി, പിന്നെ കുറെ ശ്രേഷ്ഠരായിട്ടുള്ള കുറെ ആൾക്കാരെയൊക്കെ പിടിച്ചോണ്ട് പോയി. ടെമ്പിളൊന്നും നശിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു 10,000 പേര് നല്ല മിടുക്കന്മാരായിട്ടുള്ള നല്ല ഉന്നത കുലന്മാരായിട്ടുള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി യഹോയാക്കീമിന്റെ സമയത്ത്. പിന്നീട് സിദക്കിയുടെ സമയത്താണ് ടോട്ടൽ എക്സൈൽ. അപ്പൊ യഹോയാക്കീമിന്റെ സമയത്ത് പാർഷ്യൽ ബാബിലോൺ എക്സൈൽ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാല് അതിന്റെ പകുന്ന് വായിക്കാം. അതിന്റെ 4 തുടങ്ങി വായിച്ചാൽ മുഴുവൻ വായിക്കണ്ട. അപ്പോൾ
നേറിയായുടെ പുത്രനായ ബാരൂക്കിനെ വിളിച്ച് കർത്താവ് അരുൾ ചെയ്ത വചനങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തു. ബാരൂക്ക് അവ ഒരു പുസ്തക ചുരുളിൽ എഴുതി. യിരെമ്യാ ബാരൂക്കിനോട് കൽപ്പിച്ചു, കർത്താവിന്റെ ആലയത്തിലേക്ക് ചെല്ലുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ അവിടെ പോകണം. ഒരു ഉപവാസ ദിവസം കർത്താവിന്റെ ആലയത്തിലെ സർവ്വജനവും കേൾക്കെ എന്റെ വായ്മൊഴി പ്രകാരം ഈ പുസ്തക ചുരുളിൽ നീ എഴുതിയിട്ടുള്ള കർത്താവിന്റെ വചനങ്ങൾ നീ വായിക്കണം. സ്വനഗരങ്ങളിൽ നിന്ന് വരുന്ന സർവ്വ യഹൂദക്കാരും കേൾക്കത്തക്ക വിധത്തിൽ നീ അവ വായിക്കണം. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിച്ചല്ലോ, അതുകൊണ്ട് നീ അവിടെ പോകണം. ഒരു ഉപവാസ ദിവസം കർത്താവിന്റെ ആലയത്തിലെ സർവ്വജനവും കേൾക്കെ എന്റെ വായ്മൊഴി പ്രകാരം ഈ പുസ്തക ചുരുളിൽ നീ എഴുതിയിട്ടുള്ള കർത്താവിന്റെ വചനങ്ങൾ നീ വായിക്കണം. അപ്പൊ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഭക്തിയുണ്ട്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പം ഇവര് അല്ലാതെ ടോട്ടലി ഇസ്രായേലിന്റെ ദൈവത്തെ ഫോഴ്സേക്ക് ചെയ്ത് ജീവിച്ചപ്പോൾ നടന്ന സംഭവങ്ങളൊന്നുമില്ല. ഇത് യഹോയാക്കീമിന്റെ കാലത്താണ്. ഈ സമയത്ത് യഹോയാക്കീം ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ആ തുകൽ ചുരുള് അത് ആ വായിച്ച ഭാഗം കീറിയെടുത്തിട്ട് തീയിലിട്ട് കത്തിച്ചു. എന്നാല് ബാബിലോൺ രാജാവ് വന്ന് യഹോയാക്കീമിനെ എന്ത് ചെയ്തു? ചങ്ങലൊക്കെ ഇട്ട് പിടിച്ചോണ്ട് പോയ സമയത്ത് യഹോയാക്കീമിന് സെക്കൻഡ് കിങ്സ് എടുക്കുമ്പോൾ അതിന്റെ ലാസ്റ്റില് യഹോയാക്കീമിനെ അതില് 24 അതിന്റെ 14 തുടങ്ങി വായിക്കുമ്പോ അത് അവരുടെ എക്സൈൽ ആണ് വായിച്ചപ്പോ സർവ്വ ജെറുസലേംകാരെയും സർവ്വ പ്രഭുക്കന്മാരെയും സർവ്വ വീരശൂരന്മാരെയും അങ്ങനെ മൊത്തം 10,000 പേരെ അയാൾ തടവുകാരായി കൊണ്ടുപോയി. എല്ലാ വിദഗ്ധ തൊഴിലാളികളെയും ലോഹപ്പണിക്കാരെയും അയാൾ കൊണ്ടുപോയി. പരമദരിദ്രരൊഴികെ മറ്റാരും നാട്ടിൽ ശേഷിച്ചില്ല. യഹോയാക്കീമിനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഈ യഹോയാക്കീമാണ് അവിടെ തുകൽ ചുരുളൊക്കെ മുറിച്ചിട്ട് കത്തിച്ചയാൾ. ദൈവത്തിന്റെ സന്ദർശനം നമ്മൾ അറിയണ്ടേ. ഈ യഹോയാക്കീമിന് ബാബിലോൺ രാജാവ് വന്നത് ചെയ്തു, ചങ്ങലൊക്കെ ഇട്ട് പിടിച്ചോണ്ട് പോയി. അപ്പൊ നമ്മൾ ചിന്തിച്ച പോയിന്റ് മറക്കരുത്. അതായത് ഇവര് ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഈ പരിപാടിയൊക്കെ നടത്തുന്നു. അപ്പൊ ഉപവാസ പ്രാർത്ഥനയുണ്ട്. പിന്നീട് സെദക്കിയാണെങ്കിൽ ജെറമ്യയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, കർത്താവ് എന്താണ് അരുളി ചെയ്തേക്കുന്നത്. എന്നാൽ ഇവരാരും ദൈവത്തെ അനുസരിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി എടുത്താൽ നോക്ക്, ദൈവഭയം എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ഇല്ലാതായി. അധർമ്മങ്ങള്, ലോകത്തിലെ കൊലപാതകങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഇനി ഭൂമിക്ക് ഒരടി പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ അധർമ്മം പെരുകിയിരിക്കുക ലോകത്തിൽ. നമ്മൾ കാണുന്നല്ലേ ചെയ്യുന്ന ക്രൂവൽറ്റീസ്. പൗലോസ് പറഞ്ഞു, സെക്കൻഡ് തിമോത്തിയിൽ നമ്മൾ വായിച്ചു, അന്ത്യകാലത്ത് മനുഷ്യര് നിഷ്ഠൂരന്മാരും ക്രൂരന്മാരും ഇതെല്ലാം നമ്മൾ കാണുന്ന. ആലോചിച്ച് മനുഷ്യനെ ചെയ്യുന്ന കൈ വെട്ടുന്നു, കഴുത്ത് വെട്ടുന്നു. അതായത് ഈ വേൾഡ് ഹിസ്റ്ററിയിൽ ഒത്തിരി രാജാക്കന്മാരുടെ ക്രൂവൽറ്റീസും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ക്രൂവൽറ്റി ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതില് ലെറ്റ് us come back to ഫസ്റ്റ് തിമോത്തിയില് നമ്മൾ വരുമ്പോ അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത്, അപ്പോ ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പണിഷ്മെന്റ് ഗിവൺ ടു ഹ്യൂമാനിറ്റി ബൈ ഗോഡ്. കാരണം അതായത് ദൈവം ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്ന് ഉത്തരവാദിത്തോടു കൂടി പറയുന്ന ഒരു ദൈവത്തോട് അത് പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സംഹാരത്തിലേക്കും ബുദ്ധിശൂന്യതയിലേക്കും തള്ളിയിടുന്ന ഈ പാപത്തിന്. ഇപ്പൊ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് വായിക്കുന്ന പോലെയാണ്. ഹോമോസെക്ഷുവാലിറ്റി എന്തോ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആയിട്ടാണ് ഈ ലോകത്തിലെ പാർലമെന്റുകളും പ്രസിഡന്റുമാരും ഒക്കെ സംസാരിക്കുന്നത്. എന്നാൽ റോമാലേഖനത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ഇറ്റ് ഈസ് എ പണിഷ്മെന്റ് ഗിവൺ ടു ഹ്യൂമാനിറ്റി ബൈ ഗോഡ്. ദൈവം ഫോഴ്സേക്ക് ചെയ്തേക്കുന്നതിന്റെ ഒരു സൈൻ ആയിട്ട്. സെയിം വേ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ബീങ് ഫോഴ്സേക്കൺ ബൈ ഗോഡ്. ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞേക്കുന്ന, അല്ലെ ദൈവത്തിന്റെ ഒരു പണിഷ്മെന്റിന്റെ ഒരു ഭാഗമാണ് മനുഷ്യന്. അതായത് ഹൃദയത്തില് ഈ കർത്താവ് ഇരുന്നാൽ മാത്രമേ മനുഷ്യന് സ്വസ്ഥതയുള്ളൂ. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, നിത്യതയെക്കുറിച്ചുള്ള ഒരു അവബോധം ദൈവം മനുഷ്യ ഹൃദയത്തിൽ ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിത്യത എന്ന് പറയുന്നത് ദൈവം, എറ്റേണിറ്റി എന്ന് പറയുന്നത് ദൈവം, അല്ലാതെ നിത്യത വേറെ ഒരിടത്തും ഇല്ല. അതായത് ആദ്യം അന്തവും ഇല്ലാത്തവൻ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ എറ്റേണിറ്റിയെ കുറിച്ചുള്ള ഒരു
ദാഹം ഉള്ളിൽ ദൈവം കൊടുത്തു. അത് എറ്റേണിറ്റി അവിടെ പ്രവേശിക്കാതെ അതിന്റെ സ്ഥാനത്ത് ദ്രവ്യാഗ്രഹം അങ്ങനെയുള്ള ഇത് കയറി കഴിയുമ്പോൾ മനുഷ്യന്റെ ആ മനുഷ്യത്വം തന്നെ ടോട്ടലി ടർബുലന്റ് ആവും, ഒരു സ്വസ്ഥത ഇല്ലാതാവും, അവന് മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഇല്ലാതായി തീരും. അപ്പൊ ഇറ്റ്സ് എ സൈൻ ഓഫ് ബീങ് ഫോഴ്സേക്കൺ, അല്ലെ ദൈവത്തിന്റെ ഒരു ശിക്ഷയാണ് ദൈവം ഇരിക്കേണ്ട സ്ഥലത്തേക്ക് ദൈവം ഒരു വിഗ്രഹത്തെ കൊണ്ട് നിറച്ചു വെക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇത് ബുദ്ധിശീന്യം, ഇത് സംഹാരത്തിലേക്ക് നയിക്കുന്ന എക്സാമ്പിളുകൾ ബൈബിളിലുണ്ട്. നമുക്ക് വേണം 1-2 ജസ്റ്റ് നോക്കുന്നല്ല. ഓൾഡ് ടെസ്റ്റാമെന്റിൽ നിന്ന് ന്യൂ ടെസ്റ്റാമെന്റിൽ നിന്ന് എടുക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം എടുക്കുമ്പോൾ അറിയാവുന്ന സംഭവം ആഖാന്റെ കേസ്. അതിൽ ആ സംഭവം വായിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിന്റെ ബുദ്ധിശൂന്യതയും അതിന്റെ ഫോഷത്വം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതായത് ജെറീക്കോ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള കൊള്ള വസ്തുക്കളൊന്നും എടുക്കൽ, സ്വർണ്ണം വെള്ളിയൊക്കെ ദൈവത്തിന് അർപ്പിക്കുക. പക്ഷെ ആഖാൻ എന്ത് ചെയ്തു? ആഖാൻ അതിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യം കണ്ടു, മോഹിച്ചു, പാളയത്തിൽ ഒളിച്ചു വെച്ചു. എന്നിട്ട് ഇവിടെ നമ്മൾ ന്യൂ ടെസ്റ്റാമെന്റ് വായിച്ചത് സംഹാരത്തിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിശൂന്യവും ഉപദ്രവകരവുമായ നിരവധി വ്യാമോഹങ്ങളിൽ അകപ്പെടുന്നു, പിന്നെ നാശത്തിലേക്കും സംഹാരത്തിലേക്കും തള്ളിയിടുന്നു. ഇത് ആഖാനാണ് പാപം ചെയ്തത്. പക്ഷെ നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ 24 തുടങ്ങി വായിക്കുമ്പോൾ 24 തുടങ്ങി വായിക്കുമ്പോൾ 7 യോശുവയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽക്കാരും ചേർന്ന് സെറഹിന്റെ പുത്രനായ ആഖാനെ ഇപ്പറഞ്ഞ വെള്ളി, മേലങ്കി, സ്വർണ്ണക്കട്ടി, അയാളുടെ പുത്രിപുത്രന്മാർ, കാളകൾ, കഴുതകൾ, ആടെ, കൂടാരം എന്നിങ്ങനെ അയാൾക്കുണ്ടായിരുന്ന എല്ലാത്തിനെയും കൂടെ ആക്കോ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. യോശുവ പറഞ്ഞു, നീ എന്തിന് ഞങ്ങൾക്ക് വിപത്ത് വരുത്തി വെച്ചു? ഇന്ന് കർത്താവ് നിനക്കും വിപത്ത് വരുത്തും. എല്ലാ ഇസ്രായേൽക്കാരും ചേർന്ന് അയാളെ കല്ലെറിഞ്ഞു, അവരെ അഗ്നിയിൽ ദഹിപ്പിച്ചു. അങ്ങനെ അവരെ കല്ലെറിഞ്ഞു കൊന്നു. ഇത് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യരുത്. എന്നാൽ ആഖാന്റെ ആ ഒരു ദ്രവ്യാഗ്രഹം, അല്ലെങ്കിൽ ആ പണത്തോടുണ്ടായിരുന്ന, അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനുണ്ടായിരുന്ന ആഗ്രഹം, ഇത് തന്നെയാണ് ഈ ഓൾഡ് ടെസ്റ്റാമെന്റ് സംഭവങ്ങളിൽ നിന്നെല്ലാം ഈ ന്യൂ ടെസ്റ്റാമെന്റിൽ അപ്പോസ്തലന്മാർ എഴുതുന്നത്. അത് സംഹാരത്തിലേക്ക്, നാശത്തിലേക്കും സംഹാരത്തിലേക്കും തള്ളിയിടുന്നു. ആഖാനാണ് പാപം ചെയ്തത്. പക്ഷെ ആരൊക്കെ അഫക്റ്റ് ചെയ്തു? കുടുംബം മുഴുവൻ, ഭാര്യയും മക്കളും അതിന് സഫർ ചെയ്തു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ബൈബിളിലെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആണ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി. നമുക്ക് അവയാണ് പഴം പറിച്ചു തിന്നത്. പക്ഷെ നമ്മൾ വായിക്കുന്നത് എന്താ? റോമാലേഖനത്തിൽ വായിക്കുന്നത് ആദം മുഖാന്തരം പാപം വന്നെന്ന. അതുകൊണ്ട് അവയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണോ അതിന്? ആണോ? അതെ, തിമോത്തിയിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? വഞ്ചിക്കപ്പെട്ട സ്ത്രീയാണ്, ആദ്യം പാപം ചെയ്ത സ്ത്രീയാണ്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റൈറ്റിയാണ്. അതിനകത്ത് ഭാര്യ ഭർത്താവ് തിരിക്കാൻ പറ്റത്തില്ല. ബട്ട് പ്രൈമറി റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഹെഡിനായിരിക്കും. അത് ഭാര്യ തെറ്റ് ചെയ്താലും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചിന്റെ എൽഡേഴ്സിന്റെ ഇത് വായിക്കുന്നിടത്ത് എൽഡറിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് എന്താ? ഭാര്യ പിന്നെ 1, 2 എത്രയെങ്കിലും അങ്ങനെട്ടോ. ഏകഭാര്യാവ്രതം എന്നുള്ളതല്ല, മീൻസ് ആ അതെ ഹെഡ് ഓഫ് ദി ഫാമിലിയാണ് എന്താ എഴുതിയത്? അപ്പൊ ഈ കുടുംബം എന്ന് പറഞ്ഞിരിക്കുന്നത് സിമെന്റ് വിഷ്ടിയൊക്കെയാണ്. എന്താ കുടുംബം എന്ന് പറയുന്നത്? അല്ല, അതെടുത്ത് നോക്കി. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ തമിഴിൽ പറയാ, തമിഴ് അറിയാവുന്നവർക്ക് അറിയാം. എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? അതിനേക്കാൾ തമിഴ് അറിയാവുന്നവർ ഷെറിനിരിക്കുന്നത്. എന്താ ഷെറിൻ? കുടുംബം എന്ന് പറഞ്ഞു സംസാരം. ഈ ഫസ്റ്റ് തിമോത്തി 3-ാം അധ്യായത്തില് ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വെറുതെ വായിച്ചു വിട്ടാൽ ശ്രദ്ധിക്കില്ല. നമ്മളെടുത്ത് വെച്ചേക്കാൻ തിമോത്തി തന്നെ. തിമോത്തിയോസില് ഭയങ്കര റിച്ച് ആണ് തിമോത്തിയോസിനുള്ള ലേഖനം. നമ്മൾ എന്നും എടുത്ത് വായിക്കേണ്ടത് അത്. അതിന്റെ 12-ാം സെന്റൻസില് ഏകഭാര്യാവ്രതക്കാരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിച്ച് നടത്തുന്നവരുമായിരിക്കണം. അപ്പൊ എന്ത് ഉദ്ദേശിക്കുന്നത്? സന്താനം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല,
നോക്ക് ഇപ്പം ഒരു വീടെടുത്താല് ബാബു എന്താ കുടുംബം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സന്താനത്തെ അപ്പം ഭാര്യ മക്കളും അപ്പനും അമ്മയും മക്കളും കൂടുന്ന ഒരു കുടുംബം അല്ലേ? അപ്പൊ അതിൽ ഇവിടെ പ്രത്യേകം പറഞ്ഞേക്കുവാണ് സന്താനങ്ങളെയും നന്നായി നിയന്ത്രിച്ച് നടത്തുന്നവരും ആയിരിക്കണം. അപ്പൊ അവിടെ കുടുംബം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? സഭയാണ്. അല്ല അപ്പൊ കുടുംബം എന്ന് പറഞ്ഞേക്കുന്നത് എന്താന്ന് ചോദിച്ചു. അല്ല പിന്നെ എല്ലാം അതിൽ പിള്ളേരെ മാറ്റി, പിന്നെ ഭാര്യ മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ പെടില്ല ഇതിനകത്ത്. അതിനെ പറയുന്നത് എല്ലാം കൂടെ പെടുന്നത്. ഇപ്പൊ എല്ലാം കൂടെ കൂടും, ഭാര്യയും മക്കളും കൂടെ ഭർത്താവും കൂടെ കൂടുന്ന എല്ലാം കൂടെ കൂടി. അതിൽ ഭർത്താവിനോട് പറഞ്ഞേക്കുവാണ് ഒരു ഭാര്യയേ ഉള്ളൂ. അല്ലെ ഇതെല്ലാം കൂടെ 5-6 ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ പെടുന്നു വെക്കും. ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു ഭാര്യയേ ഉള്ളൂ. മക്കളെ അതിൽ നിന്ന് മാറ്റി. അപ്പൊ കുടുംബത്തെ നന്നായി നിയന്ത്രിച്ച് കൊണ്ടുനടക്കുന്നവനായിരിക്കുന്നു. അപ്പൊ അവിടെ കുടുംബം എന്ന് പറഞ്ഞേക്കുന്നത് ആരെയാണ്? ഭാര്യനെയാണ്. പേരൻസിനെ നമുക്ക് അപ്പനെയും അമ്മയും വിട്ടാണ് ഭാര്യയോട് ചേരുന്നത്. അപ്പൊ ബൈബിളിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും ഉള്ളൂ. അപ്പനും അമ്മയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ അപ്പനെയും അമ്മയും മീൻസ് എന്താ പറയുന്നത്, തിയോളജിക്കലി അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ട് വിട്ടു. പിന്നെ അപ്പനും അമ്മയുടെ ഒരു കണക്ഷനും ഇല്ല, സ്പിരിച്വലി ഒരു കണക്ഷനും ഇല്ല. പിന്നെ നമുക്ക് അപ്പനെയും അമ്മയും അനുസരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വേറെ. ബട്ട് അപ്പനെയും അമ്മയും വിട്ട് അത് നമുക്ക് ഈ കൽപ്പന മനുഷ്യന് എന്ന് കിട്ടിയതാ? ബാബു ക്വിക്കായിട്ട് ആൻസർ പറഞ്ഞു. ഇറ്റ് ഈസ് ബിഫോർ ഫോൾ ഓർ ആഫ്റ്റർ ഫോൾ. അപ്പൊ ഇത് പാപത്തിന്റെ ഒരു ഫലമല്ല. പാപം ചെയ്താലും ചെയ്തില്ലേലും അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോടല്ലേ ഭർത്താവിനോട് ചേർന്ന ഒരു ഫാമിലി യൂണിറ്റ് ആകുന്നത് ഇത് ദൈവത്തിന്റെ എറ്റേണൽ വിസ്ഡത്തില് ബിഫോർ ദി ഫോൾ ദൈവം പ്ലാൻ ചെയ്തേക്കുന്ന കാര്യമാണ്. നമ്മളിവിടെ ചിന്തിച്ചത് ഈ ദി ഫെഡറൽ ഹെഡ് ഓഫ് ദി ഫാമിലി അല്ലെ കുടുംബത്തിന്റെ നാഥനാണ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ കുടുംബത്തിലേക്കുള്ള നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ, കുടുംബവും ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ? ഇൻവിസിബിൾ റെലവുമായിട്ടുള്ള കോണ്ടാക്ട് ത്രൂ ഹസ്ബൻഡ്. അപ്പൊ കുടുംബത്തിൽ നടക്കുന്ന സ്പിരിച്വൽ വാർഫെയറും സ്പിരിച്വൽ അനുഗ്രഹങ്ങളും എല്ലാം മെയിൻലി ഭർത്താവിന്റെ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ദൈവം വെച്ചേക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ പല പ്രമാണങ്ങളും നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും നമ്മുടെ മാനവികത വെച്ച് നോക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ അകൃത്യത്തിന് 3-4 തലമുറ വരെയുള്ള സന്തതി പരമ്പരകളോട് പക വീട്ടുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. നമ്മുടെ മാനുഷിക ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അതെന്തുകൊണ്ടാ സന്താനങ്ങളോട് പക വീട്ടുന്നതെന്ന് തോന്നില്ലേ? നാച്ചുറലായിട്ട് തോന്നില്ലേ? പക്ഷെ ദൈവം പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ പിന്നില് ദൈവത്തിന് ഒരു ചീത്ത ഉദ്ദേശം കാണില്ല. കാണോ റീസൺ? That is something about our knowledge about the God. അല്ലത് ഇതൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ കൺക്ലൂഷൻസാ. എന്ത് ചെയ്യുന്ന കൺക്ലൂഷൻ എന്താ? ദൈവം നന്മയുടെ ഉറവിടമാണ്. ദൈവം മനുഷ്യന് തിന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അതിൽ നിന്ന് അപ്പൊ പൗലോസ് പറയുവാണ്, ആ ശിശുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അവർ നന്മയോ തിന്മയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജ്യേഷ്ഠൻ അനുജനെ സേവിക്കും എന്നുള്ള അരുളപ്പാടുണ്ടായി. അടുത്ത ചോദ്യം, അങ്ങനെയെങ്കിൽ ദൈവപക്ഷത്ത് അനീതി ഉണ്ടോ? യു ആൻസർ. പറയൂ. അനീതിയല്ലേ ഇത്? അല്ല പിന്നീട് കാണുന്ന കാര്യം ഇത്. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുമ്പാ പറഞ്ഞേക്കുന്നത്. അല്ല അതാണ് പോളൻ ആൻസറും പറയുന്നത്. ഒരു നാളും ഇല്ല. സെയിം വേ 3-4 തലമുറ വരെയുള്ള സന്തതി പരമ്പരകളോട് പക വീട്ടുന്ന ദൈവം അനീതി ചെയ്യുന്നുണ്ടോ? നോ. ദൈവത്തിന്റെ അതായത് മനുഷ്യന്റെ അൾട്ടിമേറ്റ് നന്മ മാത്രമേ ദൈവത്തിന് ലക്ഷ്യമുള്ളൂ. ദൈവത്തിന് തിന്മ ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നന്മയ്ക്ക് ഇപ്പൊ നമ്മുടെ ഒരു ഹ്യൂമൻ എക്സാമ്പിൾ എടുത്താൽ ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പൊ നമുക്കൊരു രോഗം വരുന്നതാണോ അത് പിള്ളേർക്ക് ഒരു മാരക രോഗം വരുന്നതാണോ? നമുക്ക് വിച്ച് വൺ യു വിൽ പ്രിഫർ? നമുക്ക് ഹുമയൂണിന്റെ ഒരു കഥയുണ്ട്, മുഗൾ സാമ്രാജ്യം. നമുക്കറിയാവുന്ന കഥയാ, ശരിയാണോ എന്ന് അറിയില്ല. ബാബറോ ഹുമയൂണോ ആയതോ കൊച്ചിന് രോഗം വന്നപ്പോ ഈ കൊച്ചിന്റെ രോഗം എനിക്ക് തന്നിട്ട് കൊച്ചിനെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ കൊച്ചിനെ രക്ഷിച്ചൊരു കഥ ശരിയോ തെറ്റോ എന്തെങ്കിലും ആട്ടെ ഉണ്ട്. സെയിം വേ അപ്പൊ ഇത് ഒരു പക്ഷേ ഇതുമ്പോ നമ്മളെല്ലാം നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള നോളജ് പരിമിതമാണ്. നമ്മളൊരു കണ്ണാടിയിൽ എന്ന പോലെ കാണുക. ഒരുപക്ഷെ ഇതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ലക്ഷ്യം, അതായത് മക്കൾക്ക് കഷ്ടം വരുമ്പോൾ ആസ് എ കുടുംബം മാനസാന്തരപ്പെടാനും അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിയാനുള്ള നല്ല ചാൻസ് ഉണ്ട്.
അപ്പൊ ദൈവത്തിന്റെ, കാരണം ദൈവം ഈ 100 വർഷത്തെ നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം ഗോഡ് ഈസ് ഓൾവേസ് വർക്കിംഗ് വിത്ത് ആൻ എറ്റേണൽ വ്യൂ. അപ്പൊ നമുക്ക് ആത്യന്തികമായിട്ട് എല്ലാവരും ദൈവത്തിന്റെ അടുത്ത് എത്തിപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ആ ഡീപ്പ് ഡിസയറിന്റെ ഒരു ഭാഗമായിരിക്കാം ഈ ജനറേഷൻസിനെ ദൈവം സന്ദർശിക്കുന്നത്. കാരണം ദൈവത്തിന് നല്ല ലക്ഷ്യമുള്ളൂ. ദൈവത്തിന്റെ അടുത്ത് തിന്മയില്ല. തിന്മ ദൈവത്തിന് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ആഖാൻ പാപം ചെയ്തു. ആഖാന്റെ കുടുംബം മുഴുവൻ നശിച്ചുപോയി. നമ്മൾ ചിന്തിച്ചത് ദ്രവ്യാഗ്രഹം എന്തിക്കൊണ്ടെത്തിക്കുന്ന കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കും. ദെൻ ഈ കം ടു യൂദാസ്. യൂദാസിന്റെ എടുക്കുമ്പോൾ ഈ യൂദാസിൻ്റെത് ന്യൂ ടെസ്റ്റാമെന്റിൽ നമുക്ക് അതിന്റെ ഗ്ലിംസ് ഇല്ല. എന്നാൽ ആക്ട്സ് 1:20 വായിക്കുമ്പോൾ ബാബു വായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാൻ സ്ഥലം 20 ആക്ട്സ്. അയാളുടെ പാർപ്പിടം ശൂന്യമായി തീരട്ടെ, അതിൽ വസിക്കാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ എന്നും അയാളുടെ ശുശ്രൂഷാസ്ഥാനം മറ്റൊരാൾ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് ഏതൊക്കെ സങ്കീർത്തനാന്ന് പറയാം. നമ്മൾ ഈ ന്യൂ ടെസ്റ്റാമെന്റിലെ ഓൾഡ് ടെസ്റ്റാമെന്റിലും ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഒറ്റ സങ്കീർത്തനാണോ 2 സങ്കീർത്തനം? ഇതൊക്കെ കർത്താവിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. നമ്മള് ഈ രാപകൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചാലും നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പൊ അത് 2 സങ്കീർത്തന. അതില് 1:69-25 ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നമ്മൾ എടുക്കേണ്ടത്. സെക്കൻഡ് പാർട്ട് 109-8 എടുക്കുമ്പോൾ അത് ഈ മലയാളം ട്രാൻസ്ലേഷൻസ് ഇത്തിരി പ്രോബ്ലം. അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കും. മോശം എനിക്ക് സത്യവാൻ പുസ്തകം നോക്കിയില്ല. 109-8 ഒന്ന് വായിക്കും. POC കറക്റ്റ് ആയിരിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ച് ക്ഷമ വെച്ച് 109-8. അതെ, ലെറ്റ് അനദർ ടേക്ക് ഹിസ് ഓഫീസ്. എന്നിട്ട് നമുക്ക് യൂദാസിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങൾ യൂദാസിനോടുള്ള ബന്ധത്തിൽ പ്രവചനാത്മകമായിട്ട് എഴുതിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഫുൾഫിൽഡ് ദോ വി ആർ നോട്ട് നോയിങ്. അതിന്റെ 109-8 തുടങ്ങിയുള്ളത് അടിയിലേക്ക് ഒന്ന് വായിച്ചു പോകും. അയാളുടെ സന്താനങ്ങൾ അനാഥരും ഭാര്യവിധവയുമായി തീരട്ടെ. ഭാര്യവിധവയായി എന്നുള്ളത് നമുക്കറിയാം. വായിച്ചു. അയാളുടെ സന്താനങ്ങൾ തെണ്ടിത്തിരിയട്ടെ, അവർ വസിക്കുന്ന പാഴിടങ്ങളിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടട്ടെ. അയാൾക്കുള്ളതെല്ലാം കടം കൊടുത്തവൻ പിടിച്ചെടുക്കട്ടെ, അയാളുടെ പ്രയത്നഫലം അന്യർ കൊള്ളയടിക്കട്ടെ. അയാളോട് കരുണ കാട്ടാൻ ആരും ഇല്ലാതെ പോകട്ടെ, അയാളുടെ അനാഥരായ സന്താനങ്ങളോട് ദയ കാണിക്കാൻ ആരുമില്ലാതെ പോകട്ടെ. അപ്പൊ അതില് ഈ 8ാം സെന്റൻസ് നമുക്കറിയാം. അത് പത്രോസ് കോട്ട് ചെയ്തിട്ടുണ്ട് യൂദാസിനെ കുറിച്ചാണ്. ആ സെയിം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അയാളുടെ സന്താനങ്ങൾ ഭാര്യ വിധവയാകട്ടെ ആയി. നമുക്കറിയാം യൂദാസ് കെട്ടി തൂങ്ങിച്ചെത്തു. ആക്ച്വലി ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ട്, വിധവയായി. ദെൻ ആ മക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്ന മക്കൾക്ക് എന്ത് വന്നു? നാശം സംഭവിച്ചു. നമുക്കപ്പൊ ദ്രവ്യാഗ്രഹം, അതാ പൗലോസി പറഞ്ഞേക്കുന്നത്, ഇത് സമ്പൂർണ്ണ സംഹാരത്തിലേക്ക് നടത്തുന്ന വലിയൊരു പാപമാണ് ദ്രവ്യാഗ്രഹം. കാരണം ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ മറ്റു പല ഏരിയകളിലും ഫെയിൽ ആകുമ്പോൾ ദൈവം തരുന്ന ഒരു പണിഷ്മെന്റ് ആണെന്നുള്ളത് നമ്മൾ അറിയണ്ടേ. നമ്മൾ വായിക്കുന്നുണ്ട്, ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആൾക്കാരത് മിടുക്കായിട്ടാണ് പറഞ്ഞു നടക്കുന്നത് അല്ലേ, പാർലമെന്റുകളൊക്കെ കോമ്പീറ്റ് ചെയ്യുമോ പാസ്സാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ആ മഹത്വം വിഗ്രഹങ്ങൾക്ക് കൊടുത്ത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡീഗ്രഡേഷന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ്. ഒരു സ്റ്റേജിൽ ദൈവം കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ് ഹോമോസെക്ഷുവാലിറ്റി. സെയിം വേ ദൈവം കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ് ദ്രവ്യാഗ്രഹം. അത് അൾട്ടിമേറ്റ്ലി എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കില്ല. സമ്പൂർണ്ണ സംഹാരം കുടുംബത്തിന് വരുത്തിയിട്ട് അത് അവസാനിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നത്, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നമ്മുടെ ഹൃദയം. നമുക്ക് എല്ലാവർക്കും ദ്രവ്യാഗ്രഹമുണ്ട്. നമ്മൾ ആരും അതിൽ നിന്ന് പൂർണ്ണ സ്വതന്ത്രരല്ല. പക്ഷെ നമ്മൾ സ്വതന്ത്രരാന്ന് വിചാരിച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളൂ. ഇത് ഉള്ളിയുടെ തൊലി പൊളിക്കുന്ന പോലെയാണ്. ഉള്ളിയുടെ തൊലി പൊളിച്ച് എത്ര ലെയർ മാറിക്കഴിയുമ്പോൾ തൊലി തീരുന്നത് എന്ന് പറഞ്ഞ പോലെ ഡിഫറെന്റ് ലെവലാണെന്നുള്ളൂ. ദ്രവ്യാഗ്രഹം എല്ലാവർക്കും ഉണ്ട്, അവസ്ഥാ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. അറ്റ് ദി സെയിം ടൈം നമ്മളൊരു ഡിക്ലെയർഡ് പോളിസി ആയിട്ട് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല. ഞാൻ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്താന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അതിന്റെ റീസൺ അതിനുള്ള സാഹചര്യം വന്നിട്ടില്ല. ഇപ്പൊ ആഖാൻ ഒരിക്കലും ദ്രവ്യാഗ്രഹം ഉണ്ടെന്ന് ആഖാൻ അറിയില്ലായിരുന്നു. അറിയായിരുന്നോ? ഈ ദാവീദിന്റെ ഹൃദയത്തിൽ ഈ വ്യഭിചാരം ഉണ്ടെന്ന് ദാവീദിന് അറിയില്ലായിരുന്നു. അറിയായിരുന്നോ?
എപ്പോഴാ വെളി വന്ന എപ്പോഴാ പോകും? രക്ഷിതാവെ കണ്ടപ്പോഴാണ്. അങ്ങനെ അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ടെംപ്റ്റേഷൻ എല്ലാം വെളിപ്പെടുന്ന എപ്പോഴാണ്? ദി ടൈം ഓഫ് ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ ആ സാഹചര്യം വരുമ്പോൾ മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. ഇപ്പോ ഗിദിയോൻ വിശ്വാസവീരനായിരുന്നു. വിശ്വാസവീരന്മാരുടെ ലിസ്റ്റിലുണ്ട്. ജഡ്ജസ് 8 എടുക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് എക്സാമ്പിളുകളായിട്ട് എഴുതി കിട്ടിയിരിക്കുന്നു. ജഡ്ജസ് 8 ഒരു വ്യത്യാസം ഇല്ലാതെ, അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദ്രവ്യാഗ്രഹമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എല്ലാ പാവങ്ങളും, ഇത് മരണം വരെ എല്ലാ പാവങ്ങളും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കാരണം നാം എല്ലാവരും ജഡത്തിൽ വസിക്കുന്നവരാ. ജഡത്തിന്റെ ക്യാരക്ടർ സെയിമാണ്. അപ്പൊ ജഡ്ജസ് 8 അപ്പം ഗിദിയോൻ ഇങ്ങനെ വളരെ വിശ്വാസവീരനായിട്ടും വളരെ ഐശ്വര്യമായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറെ യുദ്ധമൊക്കെ ചെയ്ത് കുറെ സ്വർണം കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന ഒരു സാഹചര്യം. 8:22 തുടങ്ങി വായിക്കുമ്പോൾ ഭാഗം വായിക്കും. അപ്പോൾ ഇസ്രായേൽക്കാർ ഗിദെയോനോട് പറഞ്ഞു, നീ നിന്റെ പുത്രനും നിന്റെ പൗത്രനും ഞങ്ങളെ ഭരിക്കുക, കാരണം നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഗിദെയോൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എന്റെ പുത്രനും നിങ്ങളെ ഭരിക്കുകയില്ല, കർത്താവ് നിങ്ങളെ ഭരിക്കും. ഗിദെയോൻ വീണ്ടും നല്ലൊരു ആത്മീയ സാക്ഷിയല്ലേ? വേണ്ട, കർത്താവ് ലോർഡ് ഈസ് അവർ കിങ്, കർത്താവ് നിങ്ങളെ ഭരിക്കും. അടുത്ത അപ്പൊ അവിടെ നിർത്തിയില്ല, തുടർന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, നിങ്ങളിൽ ഓരോരുത്തരും കൊള്ള മുതലായ കർണാഭരണം എനിക്ക് തരിക. ഇസ്മായേലിയർ ആയിരുന്നത് കൊണ്ട് അവർക്ക് സ്വർണം കൊണ്ടുള്ള കർണാഭരണം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവ സമനസാലെ തരുമെന്ന് അവർ മറുപടി പറഞ്ഞു. തുടർന്ന് അവർ ഒരു വസ്ത്രം വിരിക്കുകയും എല്ലാവരും അതിൽ തങ്ങളുടെ കൊള്ള മുതലായ കർണാഭരണം ഇടുകയും ചെയ്തു. അയാൾ ചോദിച്ചു വാങ്ങിയ സ്വർണ കർണാഭരണങ്ങളുടെ തൂക്കം 1700 ശേക്കെൽ സ്വർണമായിരുന്നു. മിദ്യാൻ രാജാക്കന്മാർ ധരിച്ചിരുന്ന ചന്ദ്രക്കലകൾ, പതക്കങ്ങൾ, ധൂമ്രവസ്ത്രങ്ങൾ, അവരുടെ ഒട്ടകങ്ങളുടെ കണ്ടാഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെയായിരുന്നു ഇത്. അതുപയോഗിച്ച് ഗിദെയോൻ ഒരു ഏഫോദ് ഉണ്ടാക്കി സ്വന്തം നഗരമായ ഒഫ്രായിൽ സ്ഥാപിച്ചു. ഇസ്രായേലെല്ലാം അതിന്റെ മുമ്പാകെ കൂത്താടി. ഗിദെയോനും കുടുംബത്തിനും അതൊരു കെണിയായി തീർന്നു. മതി. അപ്പോ ഈ ഗിദെയോന് ഇത്രയെല്ലാം സ്വർണവും ഈ ലൂട്ട് വസ്തുക്കളെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വന്നു. എന്നാൽ സ്പിരിച്വൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോട്ട് തയ്യാറുമായിരുന്നില്ല. അപ്പം ഈ ആഭരണങ്ങളെല്ലാം എനിക്ക് തന്നില്ല, അതുകൊണ്ടൊരു ഏഫോദ് ഉണ്ടാക്കി അത് സ്ഥാപിച്ചു. ഇസ്രായേൽക്കാരെല്ലാം അതിന് മുമ്പായി കൂത്താടി. നമ്മൾ വായിക്കുന്നത് എന്താ? ഗിദെയോന് മാത്രമാണോ? ഗിദെയോനും കുടുംബത്തിനും അതൊരു കെണിയായി തീർന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഷോർട്ട് കട്ടിക്കൂടെ എളുപ്പ വഴിയിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മുഖാന്തരത്തിന്റെ ഒരു ഓഫർ നമ്മുടെ അടുത്ത് വരുന്നിടം വരെ ഈ ദ്രവ്യാഗ്രഹം ഇങ്ങനെ പത്തി അടക്കിയിരിക്കുമായിരുന്നു. നമ്മൾ ഈ വിത്ത് ഉണങ്ങി വെക്കില്ലേ? നെല്ലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അറിയാം. നെല്ലൊക്കെ ഉണങ്ങി വെച്ച് 1-2 വർഷം ഉണങ്ങി വെച്ചാലും അത് ഉണങ്ങിയിരിക്കും. അതിനുശേഷം അത് വെള്ളത്തിലിട്ടിട്ട് പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോൾ 2-3 ദിവസം അതിന് വേരിറങ്ങും, മുളയിറങ്ങും. സെയിം വേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ സാധനം ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ പത്തി മടക്കിയിരിക്കുക. ചിലരുടെ ജീവിതത്തിൽ ഈ ഗിദെയോന് വന്നൊരു സാഹചര്യം വരില്ല. അതുകൊണ്ട് ചിലപ്പോൾ മരിക്കുന്നിടം വരെ ഈ സാധനം ഇരിക്കും. പക്ഷെ എവിടെ ചെല്ലുമ്പോൾ അറിയും, ഇവരുടെ വേര് എവിടെ ചെല്ലുമ്പോൾ അറിയും. കർത്താവിന്റെ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അറിയും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങളില്ല. ഇപ്പൊ ഞാൻ അടുത്ത ദിവസം ചിന്തിക്കുന്നത്, അതായത് എനിക്കറിയാവുന്ന ഒരു അച്ചായനും അമ്മാമ്മയുണ്ട്. നിങ്ങൾക്കാർക്കും അറിയില്ല, അറിയാവുന്നവരുണ്ട് ഇവിടെ. എന്നാലും അപ്പോ ഈ അച്ചായൻ മരിച്ചു. രണ്ടുപേരും വളരെ വേർപെട്ട് സഭയിൽ സ്നാനപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയത്. അപ്പൊ അച്ചായൻ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മാമ്മ എന്ത് ചെയ്തു? ആ പഴയ സഭയിലേക്ക് പോയി. കത്തോലിക്ക സഭയിൽ നിന്ന് വന്നതാ. അച്ചായൻ മരിച്ചു കഴിയുമ്പോൾ അമ്മാമ്മ കത്തോലിക്ക സഭയിലേക്ക് പോയി. ഞാൻ ചിന്തിച്ചതല്ല, ഈ അമ്മാമ്മയായിരുന്നു ആദ്യം മരിച്ചതെങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നു? എല്ലാം ചിന്തിച്ചു നോക്ക്. ചിന്തിക്കാൻ വേണ്ടി പറയുന്ന ഈ അമ്മാമ്മയാണ് ആദ്യം സമയം എന്ത് സംഭവിക്കായിരുന്നു റീസ്? അല്ല, അച്ചായൻ അതിൽ തന്നെ മരിച്ചേ, വിശ്വാസത്തിൽ തന്നെ, മീൻസ് നമ്മുടെ സോ കോൾഡ് വിശ്വാസത്തിൽ തന്നെയാണ് മരിച്ചേ.
ഇതൊക്കെ നമ്മൾ ഈ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെ ആരൊക്കെ എവിടെയൊക്കെ ഏത് അതല്ല ഞാൻ പറഞ്ഞത്. ഈ അമ്മാമയാണ് ആദ്യം മരിച്ചതെങ്കിൽ അമ്മാമ എല്ലാവരും വിശ്വാസി മരിച്ചെന്ന് പറഞ്ഞ് വിശ്വാസികളുടെ ടൈറ്റിൽ അവസാനിച്ചാണ്. ബട്ട് ഈ അമ്മാമ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ ഇതേ ഹൃദയമായിട്ടാണ് ചെന്ന്. കർത്താവ് പറഞ്ഞു, നിന്നിൽ നടന്നിരുന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ സോദോം ഗൊമോറയുടെ കണ്ടീഷൻ ടയറിന്റെ സീതോനിന്റെക്കാൾ ബെറ്റർ ആയിരിക്കും ജഡ്ജ്മെന്റ് ഡേയിൽ. സെയിം വേ അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളിപ്പോ ദ്രവ്യാഗ്രഹമൊന്നുമില്ല, നല്ല ഇതായിട്ടൊക്കെ ഇരിക്കുക. ഇപ്പൊ ഈ ഗിദിയോൻ ഉണ്ടായ പോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോ പതുക്കെ വേര് പുറത്തേക്ക് വരും. പക്ഷെ ഗോഡ് നോസ് ഇറ്റ്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ. അതുകൊണ്ടായിരുന്നു ഈ നമ്മൾ പുറമേ കാണുന്ന സ്പിരിച്വാലിറ്റിക്ക് അനുസരിച്ചല്ല പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തനം വരുന്നത്. കാരണം ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിനെ അറിയാം ഇത് ആരാണ് ജെനുവിനായിട്ട് മാനസാന്തരപ്പെട്ടേക്കുന്നത്, ആരുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ഒരുക്കും കർത്താവിന് അറിയാം. കാരണം ഒരു മനുഷ്യന്റെ സാക്ഷ്യം കർത്താവിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 Corinthians 8:3 വായിക്കുന്നത്, ലോർഡ് നോസ് ദോസ് ഹു ആർ ലവിങ് ഹിം. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവിനെ അറിയാം. ഇപ്പൊ പൗലോസിന്റെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. ദേമാസ് ഉണ്ടായിരുന്നു, ലൂക്കോസ് ഉണ്ടായിരുന്നു, തീത്തോസ് ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. പൗലോസ് പറയാം, പക്ഷെ ഈ തിമോത്തിയോസിനെ പോലെ ആരും എൻ്റെ കൂടെ ഇല്ല. ബാക്കിയുള്ളവര് അവിശ്വാസികളാണെന്ന് മരിച്ച് നരകത്തിൽ പോകുന്നല്ല പറഞ്ഞ്. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയാ ദൈവത്തെ സേവിക്കുന്നുണ്ട്, പക്ഷെ അവനവന്റെ കാര്യം നോക്കിയിട്ടുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. ഇങ്ങനെ പറയുന്നുണ്ടാവില്ല. അവനവന്റെ കാര്യം നോക്കാതെ ഇതുകൊണ്ട് നടന്നാലേ കാര്യം നടക്കത്തില്ല. അപ്പോൾ അതേസമയം തിമോത്തിയോസിനെ സംബന്ധിച്ച് ഹി ഹാഡ് അബ്സല്യൂട്ട് ട്രസ്റ്റ്. എൻ്റെ ദൈവം എന്നെ കൈവെടിയില്ല. അതായത് ശദ്രക്, മേശക്, അഭിനവ്, അത് ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ. എൻ്റെ ദൈവം എന്നെ കൈവിട്ടാലും എനിക്കൊരു പ്രശ്നമില്ല. ബട്ട് ഞാൻ നെബൂഖദ്നേസർ നിന്റെ പ്രതിമയെ വണങ്ങത്തില്ല. അപ്പൊ ഈ ഹൃദയങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ലെറ്റ് us strive hard to have a good heart. ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു ഹാർട്ടിന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഈ യൂദാസിന്റെ കുടുംബം ഇങ്ങനെ നമ്മൾ വായിക്കുന്ന ആ 150 സങ്കീർത്തനം അത് യൂദാസിന്റെ കാര്യങ്ങളെ കുറിച്ചാണല്ലോ. കാരണം അവന്റെ ശുശ്രൂഷ സ്ഥാനം മറ്റൊരാൾ എടുക്കട്ടെ എന്ന് പത്രോസ് കോട്ട് ചെയ്തേക്കുന്ന 150 സങ്കീർത്തനത്തിലാണ്. അതിന്റെ കീഴോട്ടുള്ള 2 സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് ഭാര്യ വിധവയാകട്ടെ, മക്കള് തെണ്ടി തിരിഞ്ഞ് നാശപ്പെട്ടു പോട്ടെ എന്നാണ് നമ്മളിരുന്ന് ചിന്തിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു സാമ്പത്തിക ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഹൃദയത്തിന്. കാരണം ഇതെല്ലാവർക്കും ഉണ്ട്. ഇപ്പോ നമ്മൾ പറയുന്ന പോലെ ഉള്ളൂ, സ്വാർത്ഥമോഹവും അസൂയയും സ്വാർത്ഥമോഹവും ഉള്ളിടത്ത് എല്ലാ തിന്മകളും ഉണ്ടാവും. ഈ രണ്ടെണ്ണം എവിടെയാ കാണപ്പെടുന്നത്? എവിടെയാ? അല്ലല്ല, മീൻസ് ഇപ്പൊ കങ്കാരു ആണെങ്കിൽ ഓസ്ട്രേലിയയില് എന്ന് പറഞ്ഞ പോലെ അസൂയയും സ്വാർത്ഥമോഹം എവിടെ കാണപ്പെടുന്നത്? എവിടെയാ? ഏതൊക്കെ മനുഷ്യരില്ല? പെണ്ണും കാണും. അപ്പൊ ജോലിയില്ല, എവരിവെയർ. ഇതെല്ലാം മനുഷ്യർക്കുള്ള പാപമാണ്, അസൂയയും സ്വാർത്ഥമോഹവും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ടു ദി എക്സ്റ്റെന്റ് യു ആർ കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് സമ്പത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ നമ്മുടെ സാമ്പത്തിക ഡീലിങ്സ് കർത്താവിന് അപ്രൂവ്ഡ് ആണെങ്കിൽ യു ആർ ഓൾ റൈറ്റ്. കാരണം നോക്കുമ്പോൾ നമ്മുടെ കാര്യം എടുത്താൽ പോൾ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കാര്യമല്ല അയൽക്കാരന്റെ കാര്യമാണ് നോക്കേണ്ടത്. നമ്മൾ ആരും അതിനകത്ത് ഒരിടത്തും എത്തിപ്പെട്ടിട്ടില്ല. നമ്മളെല്ലാം സ്വന്തം കാര്യം നോക്കുന്നവരല്ലേ ബേസിക്കലി. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ പോലെ, അപ്പൊ ഈ ഇൻസുലേറ്റർ എന്ന് പറയുന്ന പോലെ, ഇപ്പൊ നമ്മുടെ ഈ സ്വിച്ച്, ഈ കറണ്ട് സ്വിച്ചിൽ ഈ ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് ഷോക്ക് അടിക്കാതെ. പക്ഷെ ഇതിനകത്ത് 10,000 വോൾട്ട് വന്നിട്ടുണ്ട്, ഇതെല്ലാം ഇതിവിടെ എല്ലാം കറണ്ട് കടന്നു വരും, ഷോക്ക് അടിക്കും. സെയിം വേ നമുക്കെല്ലാം ഇതുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, സ്വാർത്ഥമോഹമുണ്ട്. പക്ഷെ ദൈവത്തിന് അറിയാമല്ലോ, ദൈവത്തിന് മനുഷ്യന്റെ ബിൽറ്റപ്പ് അറിയാം, മനുഷ്യന്റെ നേച്ചർ അറിയാം, എല്ലാം അറിയാം. പക്ഷെ അത് ദൈവത്തിന് ശരി നമ്മുടെ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ കർത്താവ് ഹാപ്പി ആണെങ്കിൽ വി ആർ ഓൾ റൈറ്റ്, അത്രേ പറയാൻ പറ്റൂ. അല്ല നമ്മൾ ആരും യേശുക്രിസ്തുവരായിട്ടില്ല. നോ, യേശുക്രിസ്തു നോക്ക്, യേശുക്രിസ്തു ആ പണസഞ്ചി യൂദാസിനെ ഏൽപ്പിച്ചു. യൂദാസ് അതിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യം കർത്താവിന് അറിയുകയും ചെയ്യാം, അറിയില്ലേ? അപ്പൊ ശരി, യൂദാസെ മോനെ, നാളെ തുടങ്ങി ഈ പണസഞ്ചി ആ യോഹന്നാന്റെ കയ്യിലേക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു. യോഹന്നാൻ വിശ്വസ്തന, കണ്ടെടുത്തോളം ഒരു കുഴപ്പമില്ല, പണസഞ്ചി ഏൽപ്പിക്കാൻ പറ്റിയ ആളാ. എന്നാൽ ഇന്നുള്ള മിക്ക സഭകളിലും, എല്ലാ സഭകളിലും ട്രഷററും പണം കൈകാര്യം ചെയ്യുന്ന ആളെ തിരഞ്ഞെടുക്കാൻ നേരത്ത്, അപ്പോയിന്റ് ചെയ്യാൻ നേരത്തെ എല്ലാവരും നോക്കുന്നത് അങ്ങനെ വിശ്വസ്തനാ. നമുക്ക് എത്രത്തോളം കർത്താവിൽ നിന്ന് അകന്നു പോയി മനുഷ്യൻ നോക്കുന്നത്, അങ്ങനെ ട്രസ്റ്റ് വർത്തിയാ, അങ്ങനെ അതിൽ നിന്ന് എന്താണേലും എടുക്കില്ല. അങ്ങനെയുള്ള ഒരാളെ ഏൽപ്പിക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ല.
അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പണത്തോട്? ഇത് നമ്മളെല്ലാം പണം കൈകാര്യം ചെയ്യുന്നില്ല, കാരണം ഇതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇപ്പൊ നർക്കോട്ടിക്സ് ആണെങ്കിൽ തൊടാതെ ജീവിക്കാം, പൈസ തൊടാതെ ജീവിക്കാൻ പറ്റത്തില്ല. യു ആർ ടു ഹാൻഡിൽ. അറ്റ് ദി സെയിം ടൈം ശരി, നമ്മൾ ഒരാൾ പറ്റിച്ചുകൊണ്ട് പോയി, അപ്പൊ പിന്നെ നമ്മൾ മനസ്സിൽ വെക്കുക. കർത്താവും പൗലോസുമായിട്ടുള്ളൊരു വ്യത്യാസം. പൗലോസ് തിമോത്തിയോസിനോട് ചെമ്പ് പണിക്കാരനായിട്ടുള്ള അലക്സാണ്ടർ, നീ അവനെ സൂക്ഷിച്ചോളണം. അല്ല, അത് നല്ലൊരു ഉപദേശം കൊടുത്താൽ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ കർത്താവ് പണത്തെ കണ്ട പോലെയാണ് നമ്മൾ കാണുന്നത്. ചിന്തിച്ചു, നമ്മൾ ചെറിയൊരു നഷ്ടം വന്നു, ലാഭം വന്നു, അല്ലെങ്കിൽ ഒരു ഡീലിങ്ങിൽ കുറച്ച് ഡോളർ നഷ്ടം വന്നു, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടാന്ന് വെച്ചു. ഇപ്പൊ കർത്താവ് നോക്കിയോ, അപ്പം സുവിശേഷം പറയാൻ പോകുന്നിടത്ത് ഗലീലയിൽ നമുക്ക് 2% മീറ്റിങ്ങോടെ അറേഞ്ച് ചെയ്യാം. കാരണം സ്തോത്രാഴ്ച കൂടുതലുള്ള സ്ഥലമാണ് ഗലീല. കർത്താവ് ഹീ നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന മാർഗങ്ങളിൽ കൂടെ പോയാൽ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം. അപ്പൊ ഈ പൈസ നമുക്ക് മജോറിറ്റി മനുഷ്യന്റെ ഹൃദയം എങ്ങനെ പോകുന്നത്? ബെറ്റർ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പൈസ എങ്ങനെ വർദ്ധിപ്പിക്കാം. ഈ പൈസ വർദ്ധിപ്പിക്കാൻ ആഗ്രഹത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ല, പണത്തോട് ആ സബ്സ്റ്റൻസിനോട് ആർക്കും പ്രത്യേക സ്നേഹമൊന്നുമില്ല. പ്ലഷർ അല്ലെങ്കിൽ കംഫർട്ട് ഇറ്റ് ബ്രിങ്സ്, അതുകൊണ്ടാണ്. അപ്പൊ ബേസിക്കലി ലോകസ്നേഹം. ലോകത്തിൽ മരിക്കാത്തതുകൊണ്ട് പണത്തോട് സ്നേഹം മനുഷ്യൻ. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ചത്, അപ്പൊ ഈ ഗിദിയോന് ഈ സാഹചര്യം വരുന്നിടം വരെ ഗിദിയോൻ വിശ്വാസവീരന്മാരുടെ പട്ടികയിലുണ്ട്. കുറഞ്ഞ ആളൊന്നുമല്ല അല്ലെ ഗിദിയോൻ. പക്ഷെ ഗിദിയോന്റെ എൻഡ് കാണുന്ന ഇങ്ങനെയാണ്. ഇപ്പൊ സാംസൺ വിശ്വാസവീരന്മാരുടെ പട്ടികയിലുണ്ട്, പക്ഷെ സാംസന്റെ എൻഡ് ഒരു മാതൃകയില്ല അതിനകത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലെറ്റ്സ് കം ബാക്ക് ടു ഇതിന്റെ സെക്കൻഡ് പാർട്ടോട് ചിന്തിക്കണം. ഫസ്റ്റ് തിമോത്തി. അപ്പൊ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? അബ്സല്യൂട്ട്ലി വിമുക്തമായില്ലെങ്കിൽ അതിന്റെ കാരണം ദൈവത്തിന്റെ പണിഷ്മെന്റിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമായിട്ടില്ല എന്ന് എൻ്റെ അർത്ഥം. കാരണം ദൈവം ഫുൾസേക്ക് ചെയ്തേക്കുന്നതിന്റെ ഒരു സൈന പൈസയോടുള്ള സ്നേഹം, എന്താ പറയുന്നത്, കമിഴ്ന്ന് വീണ കാപ്പണം എന്ന് പറയുന്ന പോലെ എല്ലാം എന്താ പറഞ്ഞേ, സർക്കിളിങ് അറൗണ്ട് പണം, പൈസ അല്ലെങ്കിൽ ഇത്തിരി ഡോളർ കൂടുതൽ കിട്ടി, അതിനിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യൻ. കാരണം പക്ഷെ നമ്മൾ അറിയുന്നില്ല. അതാണ് ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു അച്ചായനും അമ്മാമ്മയും ഉണ്ടായിരുന്നു. അമ്മാമ്മ ആദ്യം മരിച്ചിരുന്നതെങ്കിൽ അമ്മാമ്മ വിശ്വാസിയായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ, പക്ഷെ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അമ്മാമ്മയെ കാണാൻ പറ്റില്ലായിരുന്നു ഉറപ്പായിട്ടും. കാരണം ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തെ. ഇപ്പൊ നമ്മൾ പലരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുന്നതായിരിക്കും. സാഹചര്യം മാറിക്കഴിഞ്ഞാലും അത് തനി സ്വഭാവം പുറത്തു വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വേറെ ആരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒറ്റയ്ക്ക് കർത്താവിന്റെ മുമ്പിൽ നിന്നേ പറ്റൂ. അപ്പം നമ്മുടെ ഡിക്ലെയർഡ് പോളിസി എന്താ? ഈ ഒരു ജപ്പാനിലൊരു കമ്പനിയുടെ കാര്യം പറഞ്ഞു. കമ്പനിയുടെ പേര് മറന്നുപോയി. ഈ മൊബൈൽ ഫോണൊക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. നോക്കിയല്ല, മോട്ടോറോള. മോട്ടോറോള കമ്പനിയില് ഈ ക്വാളിറ്റി കൺട്രോളിൽ ഒരു ടേം 6 സിഗ്മ എന്ന് പറഞ്ഞിട്ട്. 6 സിഗ്മ എന്ന് പറഞ്ഞാൽ 0 റിജക്ഷനാണ്, 0 കംപ്ലൈന്റ്. അപ്പൊ അവരുടെ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് 6 സിഗ്മ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദ്രവ്യാഗ്രഹത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം തോന്നുന്നു? 6 സിഗ്മ മീൻസ് അന്യൂനമായിരിക്കണം ഹൃദയം. അല്ലെങ്കിൽ കുടുംബത്തിലോട്ട് ദ്രവ്യാഗ്രഹം പ്രവഹിക്കില്ല. അത് നമുക്ക് നോബഡി ക്യാൻ ഹെൽപ്പ്. അപ്പൊ പ്രൈമറിലി ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമാകേണ്ടത് ആരുടെ ഹൃദയ? കുടുംബത്തെ സംബന്ധിച്ച് കുടുംബനാഥന്. കാരണം ഈ കുടുംബനാഥന്റെ ദ്രവ്യാഗ്രഹം കണ്ടാൽ അത് ഭാര്യയിലേക്കും വരും, ഭാര്യയിൽ നിന്ന് മക്കളിലേക്കും വരും, എല്ലാം വരും. അറ്റ് ദി സെയിം ടൈം കുടുംബനാഥൻ കർത്താവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നാച്ചുറലി ലൈക്ക് തിങ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ബൈബിളിൽ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഹൃദയം വിമുക്തമായില്ലെങ്കിൽ സമ്പൂർണ്ണ സംഹാരം ഇതിന്റെ പിന്നാലെ വരും. യൂദാസിന്റെ കുടുംബം, ആഖാന്റെ കുടുംബം, ദെൻ ഗിദിയോൻ വിശ്വാസവീരനായിരുന്നു, പക്ഷെ അത് കുടുംബത്തിന് കെണിയായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദെൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചിന്തിക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഹെഡിങ് അവിടെ പ്രശ്നമാണ്. 6ന്റെ 10ാം സെന്റൻസിൽ കാരണം ദ്രവ്യാഗ്രഹമാണ് സർവ്വജന്മങ്ങളുടെയും നിദാനം. ഈ ആർത്തി വഴി പലരും വിശ്വാസത്തിൽ നിന്ന് പോയി എന്നല്ല, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി തങ്ങളുടെ ഹൃദയങ്ങളെ പലവിധ വേദനകൾ കൊണ്ട് കുത്തി തുളയ്ക്കുന്നു. പലവിധ വേദനകൾ എന്ന് പറഞ്ഞാൽ പല മൾട്ടി ഫേസറ്റഡ് ആവും. ഒന്നെന്താന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ കൂടെയുള്ള സെയിം ലെവലിലല്ലേ ഒന്നിച്ച് വന്ന കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളെയൊക്കെ പൈസ ഉണ്ടായി. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? പൈസ ഇല്ല, പക്ഷെ ദ്രവ്യാഗ്രഹം ഉണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചാല്, അപ്പൊ ആ കമ്പാരിസൺ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെന്തായി?
കുത്തി തുടങ്ങിയ ദ്രവ്യാഗ്രഹത്തെ കുത്തി തുടങ്ങിയ അവർക്ക് അതുണ്ട്, നമുക്കതില്ല. നമുക്ക് അവര് വന്നിട്ട് ഇത്ര നാളായുള്ളൂ, നമ്മൾ കഴിഞ്ഞു വന്നതാ, അവർക്ക് ഇതുണ്ട്, നമുക്കില്ല. അപ്പൊ കണ്ടിന്യൂസ്ലി ഹൃദയം മുറിവേറ്റോണ്ടിരിക്കുക. എന്നിട്ട് നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ അറിയേണ്ടത്. 11 തുടങ്ങി. എന്നാൽ ദൈവത്തിന്റെ മനുഷ്യ, നീ ഇവയിൽ നിന്നെല്ലാം വിട്ടുമാറുക. നമ്മൾ 1-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ, ആ മനുഷ്യൻ എത്ര ഭാഗ്യവാൻ, അയാൾ പാപികളുടെ ആലോചന നിൽക്കുന്ന, ഇവരുടെ വഴിത്താരയിൽ നിൽക്കുന്നില്ല, കുറെ കാര്യങ്ങൾ പരിഹാദികളുടെ ഇരിപ്പെടുത്തിയിരിക്കുന്നില്ല. ഇത്രേ ചെയ്യുന്നുള്ളൂ നമ്മള്. പക്ഷെ നെക്സ്റ്റ് പാർട്ട് ചിന്തിക്കാറില്ല. നെക്സ്റ്റ് പാർട്ട് എന്താ? അയാളുടെ ആനന്ദം യഹോവയുടെ നിയമത്തിലാണ്. അയാൾ രാപകൽ ധ്യാനിക്കുന്ന യഹോവയുടെ നിയമം. സെയിം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഏതിന്നൊക്കെ? ഈ പറഞ്ഞേക്കുന്ന അസൂയ, ഭിന്നിപ്പ്, പരദൂഷണ, അധർമ്മശങ്ക, കണ്ടന്മെന്റ് ഇല്ലാത്ത ഹൃദയാവസ്ഥ, ദ്രവ്യാഗ്രഹം, ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യമായിട്ടില്ല. ഇതിൽ നിന്നെല്ലാം വിട്ടുമാറുക. എന്നിട്ട് നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, അചഞ്ചലത, സൗമ്യത എന്നിവ ലക്ഷ്യമാക്കുക. അപ്പൊ ഈ എംറ്റി ഔട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വായിക്കുന്ന ഒരു ഭൂതം വിട്ടുപോയിട്ട് അത് തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ അത് എംറ്റി ആണെങ്കിൽ, ഭൂതം പോയി തിരികെ വരുമ്പോഴും വേക്കൻസി അവിടെ കിടക്കുവാണെങ്കിൽ അല്ല, അപ്പൊ എന്ത് ചെയ്യുന്നത്? ആദ്യം എന്നെ ഇറക്കി വിട്ടതായി വരും. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്നാല് ശരിയാവില്ല. അതുകൊണ്ട് മോർ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ഭൂതം എന്ന് പറഞ്ഞേക്കുന്നത് ഭൂതം കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. ശരി, ഇപ്പൊ ഒരു ക്യാരക്ടർ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ദ്രവ്യാഗ്രഹത്തെ ഇറക്കി വിട്ടു. ദ്രവ്യാഗ്രഹത്തെ ഇറക്കി വിട്ടിട്ട് അവിടെ ഫില്ല് ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്നത്? നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, അചഞ്ചലത, സൗമ്യത. അപ്പൊ ദ്രവ്യാഗ്രഹം കുറച്ച് നാൾ ഇതൊക്കെ കേട്ട് ദ്രവ്യാഗ്രഹമൊക്കെ വേണ്ട, ഇനി ഉള്ളത് കൊണ്ടൊക്കെ സംതൃപ്തിയായിട്ട് ജീവിച്ചാൽ മതി, ഒത്തിരി ആവശ്യത്തിനുള്ള അധ്വാനമൊക്കെ മതി, ഒത്തിരി തത്രപ്പാടൊന്നും ഉണ്ടാക്കണ്ട. ഈ പ്രൊവേഴ്സ് 23:4 വായിക്കുമ്പോൾ പ്രൊവേഴ്സ് 23:4 ധനം സമ്പാദിക്കാൻ പണിപ്പെടരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിജ്ഞാനം നിനക്കുണ്ടാകട്ടെ. അതെ, പണം സമ്പാദിക്കാൻ എന്ത് ചെയ്യരുത്? അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള വിജ്ഞാനം നിനക്കുണ്ടാകട്ടെ. അപ്പൊ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെടുക എന്ന് പറഞ്ഞാൽ എന്തില്ലാത്തതിന്റെ ലക്ഷണം അത്? ദൈവിക വിജ്ഞാനം ഇല്ലാത്ത. നമുക്ക് നമ്മൾ സഭാപ്രസംഗിൽ വായിക്കുന്നുണ്ട്, വിജ്ഞാനം നൽകുന്ന സംരക്ഷണം പണം നൽകുന്ന സംരക്ഷണം പോലെയാണ്. ഒരു വ്യത്യാസം മാത്രമുണ്ട്. വിജ്ഞാനം ജീവൻ നിലനിർത്തുന്നു, പണം സമ്പത്ത് നിലനിർത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മളിൽ ഒരു ഭൂതം പോയി, ദ്രവ്യാഗ്രഹത്തിന്റെ ഭൂതം പോയിട്ട് അവിടെ ഈ പറഞ്ഞേക്കുന്ന നീതിയും ദൈവഭക്തിയും ഈ സ്നേഹവും അചഞ്ചലതയും ഒക്കെ ഫില്ല് ചെയ്തില്ലെങ്കിൽ ദ്രവ്യാഗ്രഹത്തിന്റെ ഇതെല്ലാം ഈവിൾ ക്യാരക്ടേഴ്സ് എല്ലാം ഒരേ ഭൂതങ്ങളാണ്. നമ്മൾ വായിക്കുന്നില്ലേ, ഗാഠനിദ്രയുടെ ആത്മാവെന്ന് വായിക്കുന്നില്ലേ, ഇല്ല വ്യഭിചാരത്തിന്റെ ആത്മാവെന്ന് വായിക്കുന്നില്ലേ. അപ്പം നോക്ക്, ഒരു കർത്താവ് ഒരാളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കി, ഊമനും ബധിരനുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവർ സംസാരിക്കാനും എല്ലാം ശരിയായി. അപ്പൊ അതിന്റെ കാരണം എന്താ? ചെവിയിൽ വലിയ ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണോ? നോ. ആ ഭൂതം പോയപ്പോൾ ആ ഭൂതം ഇമ്പാർട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിരുന്നു അത്. സെയിം വേ ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു ഭൂതം കൊണ്ടുവരുന്ന ക്യാരക്ടറാണ് ഇമ്പാർട്ട് ചെയ്യുന്ന. കാരണം അങ്ങനെ ആ ഭൂതം കൊണ്ടുവരുന്ന ദ്രവ്യാഗ്രഹം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്ലേവ് ആയിരിക്കും. ഒരു ലോജിക്കും ഇല്ലാത്ത ദ്രവ്യാഗ്രഹമായിരിക്കും, ഫൂളിഷ് ആയിട്ടുള്ള ദ്രവ്യാഗ്രഹമായിരിക്കും. അപ്പൊ ഈ ഭൂതം ഇറങ്ങിപ്പോയി. അപ്പൊ അവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട്സിനെ കൊണ്ട് നിറച്ചില്ലെങ്കിൽ ഈ ദ്രവ്യാഗ്രഹത്തിന്റെ ഭൂതം കൂടെ കൊണ്ടുവരുന്ന ആരൊക്കെ ആയിരിക്കും? അതിനൊക്കെ പവർഫുൾ ആയിട്ടുള്ളതൊക്കെയാ. എല്ലാ ഈവൻ ക്യാരക്ടർ ഒരു ഭൂതങ്ങൾ കൊണ്ടുവരുന്ന ബേസിക്കലി. ചിലപ്പോൾ നമ്മൾ ഇന്ത്യൻ കൾച്ചറെടുത്ത് നമുക്ക് കുറച്ചുകൂടെ അറിയാം. ഇപ്പൊ കാമദേവൻ എന്ന് പറയുന്ന അതൊരു ഭൂതം അല്ലേ? അത് ദേവനാണ്. കാമദേവന്റെ ഒരു അമ്പ് വീണ എന്ത് പറ്റും പറയുന്നത്? അവിടെ വീണത് തന്നെ. സെയിം വേ ദ്രവ്യാഗ്രഹത്തിന്റെ ഭൂതം പോയിട്ട് അവിടെ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങളും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ കൂടെ വേറെ എന്തൊക്കെ കൊണ്ടുവരും? ഈ പറഞ്ഞേക്കുന്നത് ഇതെല്ലാം കൊണ്ടുവരും. അതായത് അസൂയയുടെ ഭൂതം വരും, പരദൂഷണത്തിൻ്റെത് വരും, ഭിന്നിപ്പിൻ്റെത് വരും. ഇതെല്ലാം കൂടെ കയറി വന്നിട്ട് പിന്നീട് ഇറങ്ങാത്ത രീതിയിൽ അവർ ഉള്ളിൽ കയറി സ്ട്രോങ് ആയിട്ട് കൂടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ഇത്രയും ദൈവത്തിന്റെ മനുഷ്യനായിട്ടുള്ള നീ ഇതിൽ നിന്നെല്ലാം വിട്ട് മാറുക. എന്നിട്ട്
നീതി. കാരണം നീതിയിൽ ജീവിക്കുമ്പോൾ ദ്രവ്യാഗ്രഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന പണം അത് ദൈവം വിഭാവനം ചെയ്യുന്ന പോലെ ഉപയോഗിക്കുന്ന നീതി. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് കർത്താവ് പറഞ്ഞേക്കുന്ന എല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസിക്ക് ഒരിക്കലും ധനികനാകാൻ പറ്റത്തില്ല. നെവർ. കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ലോകത്തിലെ റിച്ചസ് കൊണ്ട്, അതായത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതപ്രകാരം അതിനെ ചെലവഴിക്കുന്ന ഒരു മനുഷ്യന് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഒരിക്കലും റിച്ച് ആകാൻ പറ്റത്തില്ല. നോ. അതുകൊണ്ടാണ് ബൈബിളിൽ ഒറ്റ സമ്പന്നനും ഇല്ലാത്ത ന്യൂ ടെസ്റ്റമെന്റിൽ ഒരു സമ്പന്നനും ഇല്ല. ആരുടെയെങ്കിലും സമ്പത്തിനെ കുറിച്ച് എഴുതിയിരുന്നു. അയാൾ ധനികനായിരുന്നു. അരിമത്യാകാരൻ ജോസഫ്, അത് ഓൾഡ് ടെസ്റ്റമെന്റിലെ മനുഷ്യന്. പുതിയ നിയമത്തിൽ ഒരു വിശ്വാസി പോലും സമ്പന്നനാണെന്ന് എഴുതിയിട്ടില്ല. ഉണ്ടോ? ഒരിക്കലും എഴുതിയിട്ടില്ല. പക്ഷെ ഇത് എന്താ പറയുക, ഇത്തിരി ദ്രവ്യാഗ്രഹമുള്ളവർക്ക് ഈ പറയുന്ന കാര്യം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കാരണം കർത്താവിന്റെ അടുത്തേക്ക് വന്നേക്കുന്ന തന്നെ എന്തിനു വേണ്ടിയാ? നമ്മുടെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനൊക്കെ ഒന്ന് മാറി അത് എല്ലാ രീതിയിലും ഇച്ചിരി ഒരു കംഫർട്ടബിൾ ആയിട്ട് സ്വസ്ഥമായിട്ടൊക്കെ ഇച്ചിരി പണമൊക്കെ ഉണ്ടാക്കി എല്ലാ കാര്യത്തിനും വേണ്ട പണമൊക്കെ ജസ്റ്റ് ഇഷ്ടം പോലെ കർത്താവിന്റെ അടുത്തേക്ക് വന്നേക്കുന്നതിന്റെ തന്നെ പ്രൈമറി ലക്ഷ്യം ഇതാ. അപ്പൊ ഇത് കേട്ടാൽ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കർത്താവ് പണത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ലൂക്ക് ചാപ്റ്റർ 16 അതിന് 10 തുടങ്ങി വായിക്കുമ്പോ പെട്ടെന്ന് വായിക്കുമ്പോ, ഏറ്റവും ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ഏറ്റവും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക തലത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ, ഇത് ഈ റിച്ചസ് ഓഫ് ദി വേൾഡ് എന്ന അർത്ഥം കേട്ടോ, അല്ലാതെ കട്ടുമോഷ്ടിച്ച് എടുത്ത് പണം എന്നുള്ള അർത്ഥത്തിലല്ല. അധാർമിക ധനത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥ ധനം നിങ്ങളെ ആരേൽപ്പിക്കും? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ആര് നിങ്ങൾക്ക് നൽകും? ഒരു വൃത്തിന് 2 യജമാനന്മാരുടെ അടിമയായിരിക്കാൻ സാധ്യമല്ല. അയാൾ ഒന്നുകിൽ ഒന്നാമനെ ദ്വേഷിക്കുകയും രണ്ടാമനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒന്നാമനോട് കൂറ് പുലർത്തുകയും രണ്ടാമനെ വെറുക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒപ്പം സേവിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ദ്രവ്യാഗ്രഹികളായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അതെ, നോക്കാം. ഈ സമ്പത്തിന്റെ ഉപയോഗം, അതാ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് കേൾക്കുമ്പോ ദ്രവ്യാഗ്രഹികൾക്ക് എന്ത് തോന്നും? പുച്ഛ തോന്നുള്ളൂ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ചുമ്മാ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയാണ് പഠിപ്പിക്കേണ്ടത് എന്നേ പറയത്തുള്ളൂ. അപ്പൊ ദ്രവ്യാഗ്രഹികളായിട്ടുള്ളവർക്ക് ഇതെല്ലാം കേട്ടപ്പോൾ കർത്താവിനോട് എന്ത് തോന്നി? ഈ കർത്താവിനോട് പുച്ഛം തോന്നാൻ വേറൊരു കാര്യമുണ്ട്. കർത്താവിന് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ വാരി അടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് വലിയ മേലയിലാണ് കിടക്കുന്നത്, കയ്യിൽ 5 പൈസയില്ല, പിന്നെ പൈസ കൊടുക്കണം, ദാനം കൊടുക്കണം, ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇല്ല. അപ്പൊ പറഞ്ഞുകൂടെ? എന്നോട് ഒരാൾ പറഞ്ഞു, അതുകൊണ്ടേ പറഞ്ഞു. സാധിച്ചിട്ട് ഇങ്ങനെ പറയാൻ ഒരു പ്രശ്നവും ഇല്ല. കയ്യിലൊന്നും ഇല്ലാത്തവർക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ദരിദ്രർക്ക് കൊടുക്കണം എന്നൊക്കെ പറയാൻ എളുപ്പ. കയ്യിൽ $10,000 പാടുപെട്ട് സമ്പാദിച്ച് വെച്ചേക്കുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കർത്താവ് ഇതെല്ലാം പറഞ്ഞപ്പോ അവര് പറഞ്ഞ കാര്യം ഇത് ഇങ്ങനെ ഒന്നും ഇല്ലാത്തവര് പ്രസംഗിച്ചുകൂടെ? അപ്പൊ പക്ഷെ ലോർഡ് നോസ് ദി ഹാർട്ട്. ഒരു നിഷ്പക്ഷനായിട്ടുള്ള വിധി കർത്താവിന്റെ മുമ്പിൽ നമ്മളെല്ലാം നിന്നേ പറ്റും. അപ്പോ കർത്താവിന്റെ ട്രൂലി ഇഫ് യു ആർ ഫോളോയിങ് ദി ലോർഡ് യു ക്യാൻ നെവർ ബിക്കം റിച്ച് ഈ ലോകത്തില്. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ 2:5 വായിക്കുമ്പോ അത് നല്ലൊരു വേർഡാട്ടോ റീസ്. അത് ഈ പാരാഫ്രൈസിൽ എഴുതിയേക്കുന്നത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതൊന്ന് വായിച്ചു 2:5 വായിച്ചപ്പോ 5:5. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ ശ്രദ്ധിക്കൂ. വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജ്യത്തിന് അവകാശികളുമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? അതെ. അപ്പോ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നോടെ വായിച്ചേക്കിപ്പോ കഴിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ ശ്രദ്ധിക്കൂ. വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജ്യത്തിന് അവകാശികളുമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? ഉണ്ടോ? അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഈ മെറ്റീരിയൽ റിച്ച്നെസ് ഇൻ ഫെയ്ത്തുമായിട്ടൊരു ബന്ധമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലേ? സത്യത്തില്
സമ്പന്നർക്ക് വിശ്വാസത്തിൽ സമ്പന്നരാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ആവശ്യങ്ങളെല്ലാം അവർ പണം കൊണ്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലാത്തവനാണ് എന്ത് ചെയ്യും? ദൈവത്തെ വിളിക്കും. ഓരോ ആവശ്യത്തിനും ദൈവത്തെ വിളിക്കും. ദൈവത്തെ വിളിച്ചു കഴിയുമ്പോൾ അവന്റെ ദൈവം അത് സാധിച്ചു കൊടുക്കുന്ന അളവിൽ അവൻ വിശ്വാസത്തിൽ സമ്പന്നനായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവൻ ഒരു കാര്യം മനസ്സിലാവും, അതായത് ഈ ദൈവത്തിലുള്ള ആ വിശ്വാസം മാത്രം മതി എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ എന്നുള്ള അവന്റെ സ്ട്രെങ്ത് എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കൈ പൈസ ഉള്ളവന്റെ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും? പൈസ എടുത്ത് സാധനം വാങ്ങിക്കും. അതേസമയം കൈ പൈസ ഇല്ലാത്തവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവിന്റെ മുഖത്തോട് നോക്കും, കർത്താവെ രക്ഷിക്കണേ. അല്ലെങ്കിൽ ചികിത്സിക്കാൻ പൈസ ഇല്ല, ഒന്നും ചെയ്യാൻ പൈസ ഇല്ല, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിലോട്ട് നോക്കും. കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, വിശ്വസ്തതാപൂർവ്വം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏറ്റവും സമീപസ്ഥനാണ്. അങ്ങനെ അവന്റെ ധൈര്യം ധൈര്യം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് വിശ്വാസം വർദ്ധിക്കുക. ഈ 138 സങ്കീർത്തനം അതിന്റെ 3-ാം സെന്റൻസ് വായിക്കുമ്പോൾ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ധൈര്യം നീ വർദ്ധിപ്പിച്ചു. അതെ, എന്റെ ധൈര്യം നീ വർദ്ധിപ്പിച്ചു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി. അങ്ങനെ ധൈര്യം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ധൈര്യം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വിശ്വാസം വർദ്ധിക്കുക. അപ്പോ നോക്ക്, ഈ ലോകത്തിൽ സമ്പന്നനായിട്ട് വിശ്വാസത്തിൽ ദരിദ്രനായിട്ട് ജീവിക്കുന്നതാണോ? ഈ ലോകത്തിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിക്കാനില്ലാതെ ഗതികേടൊന്നല്ല, ഉണ്ണാനും കൊടുക്കാനും കർത്താവ് മുടക്കില്ല. നെവർ 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 നെവർ. അപ്പൊ ഈ ലോകത്തിൽ സമ്പന്നനാകാതെ വിശ്വാസത്തിൽ സമ്പന്നനായിട്ട് ജീവിക്കുന്നതാണോ? ഏതാ ബെറ്റർ? വിശ്വാസത്തില്, ഈ ലോകത്തില് വിശ്വാസത്തിന് സമ്പന്നൻ, ഇവിടെ സമ്പന്നൻ അല്ല. അത് യോസേട്ടന്റെ ആഗ്രഹം യോസേട്ടൻ പറഞ്ഞു. അതെ. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് ലിസൺ ടു മീ ഡിയർ ബ്രദേഴ്സ്, ഗോഡ് ഹാസ് ചോസൻ poor people to be rich in faith, and the kingdom of heaven is theirs, for that is a gift of God. That is a gift God has promised to all those who love him. അപ്പൊ ഇതില് God has chosen poor people to be rich in faith. ഇത് തമ്മിലൊരു ബന്ധമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യം ചോദിച്ചു വാങ്ങിക്കണമെന്നൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇറ്റ്സ് നാച്ചുറലി നമ്മൾ സമ്പത്ത് ഡിസയർ ചെയ്യുന്നത് എന്താണെന്ന് ശരിയല്ല. കാരണം നമ്മൾ വരാനിരിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. അപ്പൊ നമ്മൾ ചിന്തിച്ചത് ഇതിൽ നിന്നെല്ലാം വിട്ടോടിയതുകൊണ്ട് കാര്യമുണ്ടോ? നോ. നീതി, വിശ്വാസം, സ്നേഹം, ഇതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ റിച്ച് ആക്കിയാൽ നമുക്ക് എങ്കിൽ മാത്രമേ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദ്രവ്യാഗ്രഹത്തെ സ്റ്റോപ്പ് ചെയ്യാനുള്ള നമ്പർ 1 റെമഡി എന്ന് പറയുന്നത് എന്താ? വിശ്വാസമാണ്. കാരണം ഈ ദ്രവ്യാഗ്രഹത്തിന്റെ ഇത് ഡിസയർ ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ ഈ എന്താ പറയുക അൺസർട്ടനിറ്റിയാണ്, അല്ലെ ഒരു അനാഥാവസ്ഥയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിട്ടിട്ട് പോകത്തില്ല. അനാഥൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഫാദർലെസ് എന്ന് എഴുതിയിരിക്കുന്നത്, ഓർഫൻ എന്ന് എഴുതിയിട്ടുണ്ട്. ബട്ട് ഈ ഓൾഡ് ടെസ്റ്റമെന്റിലൊക്കെ എഴുതിയേക്കുന്നിടത്ത് അനാഥൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഫാദർലെസ് എന്നാണ്. ഫാദർലെസ് എന്ന് പറഞ്ഞാൽ അപ്പനില്ലാത്ത അവസ്ഥയാണ്. അതായത് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. ഈ പിതാവിനെ കുറിച്ച് കൺവിക്ഷൻ ഇല്ലാത്തവന് മാത്രമേ ദ്രവ്യാഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അതായത് എനിക്കൊരു അപ്പനുണ്ടെന്ന് എന്നെ നോക്കുന്ന ഇപ്പം ഈ കൊച്ചു പിള്ളേരെ എടുത്തു നോക്കും, ഈവൻ നമ്മുടെ എബനെയൊക്കെ എടുത്തു നോക്കും. ലീസ് ബോധയുടെ കൂടി ബിക്കോസ് എന്തെങ്കിലും ആവശ്യമുണ്ട് അപ്പനും അമ്മയും നോക്കിക്കോളും എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അല്ലെ ഇപ്പം കൊച്ചു പിള്ളേരെ എടുത്തു നോക്കും. സെയിം വേ വി ക്യാൻ ബി ലൈക്ക് ദാറ്റ്. 131 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുക, മുലപൊടി കഴിഞ്ഞ കുഞ്ഞ് അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന പോലെ എന്നെ ഞാൻ സ്വസ്ഥനും ശാന്തനുമാക്കി. ഈ അപ്പനെ കുറിച്ച് ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റും. നമ്മുടെ പുറകോട്ടുള്ളൊരു ഹിസ്റ്ററി എടുത്തു നോക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം അത്ഭുതമായിട്ട് സഹായിച്ചിട്ടില്ലേ? അപ്പൊ നമ്മുടെ പിൻകാലങ്ങളിൽ ദൈവം അങ്ങനെ സഹായിച്ചെങ്കിൽ വരാനിരിക്കുന്ന കാലത്തും ദൈവം അത് തന്നെ ചെയ്യും. എന്നിട്ട് അപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. അപ്പം ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ സൈൻ ഓഫ് ബീങ് പണിഷ്ഡ് ബൈ ഗോഡ്, ഫോഴ്സേക്കൻ ബൈ ഗോഡ്. അതായത് നമ്മുടെ ദൈവവചനത്തോട് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ട് ദൈവം തന്നേക്കുന്ന ഒരു ശിക്ഷയാണ് ദ്രവ്യാഗ്രഹം. കർത്താവ് ഇരിക്കേണ്ടടുത്ത് പണത്തെ കയറ്റി വെച്ചേക്കുക. നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ട ആ ഹൃദയത്തില് ഒരു മ്ലേച്ഛ വസ്തു പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുക. നമ്മൾ അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വായിക്കുന്ന പോലെ ആ വിശുദ്ധ സ്ഥലത്ത് വിനാശകരമായ മ്ലേച്ഛത. നമ്മുടെ ഹൃദയം വിശുദ്ധ സ്ഥലം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയം, വാസസ്ഥലം. അവിടെ വിനാശകരമായ മ്ലേച്ഛത ദ്രവ്യാഗ്രഹം, ലോകസ്നേഹം, ലോകത്തോടുള്ള ഇമ്പം, അല്ലെങ്കിൽ ലജ്ജാകരമായിട്ടുള്ളതിൽ അഭിമാനം തോന്നുന്ന കാര്യം. അപ്പൊ ഇതെല്ലാം മാറിയിട്ട് അവിടെ
കർത്താവിനോടുള്ള സ്നേഹം, സൗമ്യത, താഴ്മ, ആ ദിവ്യ സ്വഭാവത്തിലൊന്ന് ഭാഗഭാക്കാകാൻ നമുക്ക് കർത്താവിൻ്റെ ഒരു സ്വഭാവം പ്രാപിക്കുക എന്നുള്ളതിനേക്കാൾ ഗ്രേറ്റ് ആയിട്ട് എന്തുള്ള ജീവിതത്തിൽ ആദാമിന്റെ നേച്ചർ മാറിയിട്ട് കർത്താവിന്റെ ദിവ്യ സ്വഭാവം, കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ എളിമ, കർത്താവിന്റെ താഴ്മ, കർത്താവിന്റെ ഫോർബിയറൻസ്. ഈ സെക്കൻഡ് സെന്റൻസ് വായിക്കും. 2 Thessalonians 3:5 ഒന്ന് വായിക്കോ. 3:5 2 Thessalonians. ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹനശക്തിയിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തിരിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം ആൻഡ് കർത്താവിന്റെ സഹനശക്തിയിലേക്ക്. അപ്പൊ നമുക്ക് ആ ഡിവൈൻ നേച്ചർ, കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ ഡിവൈൻ നേച്ചർ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു. ഇതിനൊക്കെ വലിയ സമ്പത്തൊന്നുമില്ല ജീവിതത്തിൽ. കർത്താവിന്റെ ക്യാരക്ടർ, കർത്താവിന്റെ എളിമ, കർത്താവിന്റെ വിശുദ്ധി, കർത്താവിന്റെ താഴ്മ, കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ആ ലോകത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, കർത്താവ് മറ്റു മനുഷ്യരെ കണ്ടപോലെ മറ്റു മനുഷ്യരെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്. അതിനേക്കാൾ വലിയൊരു സമ്പത്തില്ല, അതിനേക്കാൾ വലിയ പ്രാഗൽഭ്യമില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പത്രോസിലൊക്കെ വായിക്കുക, അവന്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളാകാൻ. കർത്താവിന്റെ ദിവ്യ സ്വഭാവം നേടുക എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും ആദാമിക് നേച്ചറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ എയിം വെച്ചാൽ ഇതിനെയൊക്കെ വിട്ട് ഓടിയിട്ട് നമുക്ക് സ്നേഹം, വിശ്വാസം, സൗമ്യത, താഴ്മ. അപ്പൊ വിശ്വാസത്തിൽ നമ്മൾ സമ്പന്നരാണെങ്കിൽ ഒരിക്കലും ദ്രവ്യാഗ്രഹം കയറില്ല. വിശ്വാസം ബലഹീനാകുമ്പോൾ നാച്ചുറലി ദ്രവ്യാഗ്രഹം വരും. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ്, രക്ഷിക്കപ്പെടാനുള്ള വിശ്വാസമല്ല. അപ്പോൾ ഇതിനെ മറിഞ്ഞിരിക്കുന്ന നിധി എന്ന പോലെ, അല്ലെങ്കിൽ തനിക്കുള്ളതെല്ലാം എല്ലാം വിറ്റ് മുത്തിനെ സ്വന്തമാക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ദാന വിശ്വാസം. വിശ്വാസം ദൈവത്തിന്റെ ഗിഫ്റ്റാണ്, ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തെ നമുക്ക് കീഴ്മേൽ മറിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തിനെ നമ്മുടെ കാൽ കീഴിലാക്കാൻ പറ്റും. ദാവീദ് പറയുന്ന പോലെ ഈ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ക്രിസ്തു യേശുവിലൂടെ നമ്മൾ ദൈവം സദാ ജയോത്സവമായിട്ട് നടക്കുന്നു. നമ്മൾ ഒന്നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതിനെല്ലാം വിട്ടോടിയിട്ട് ഇതിനെ നമ്മുടെ ഹൃദയത്തിൽ ഈ ദിവ്യ സ്വഭാവങ്ങളെ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് നമുക്ക് പണം നമുക്ക് ഉണ്ടെങ്കിൽ, സമ്പന്നന് ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ നമ്മൾ വലിയ ഓഡീഷനായിക്കൊള്ളുന്നില്ല. നമ്മുടെ എക്സ്ട്രാ വെൽത്ത്, നമ്മുടെ ആവശ്യത്തിന് അധികമായിട്ട് നമ്മുടെ കയ്യിൽ $1 ഉണ്ടെങ്കിൽ യു ആർ റിച്ച് അല്ലേ? എന്റെ എക്സ്പ്ലനേഷൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ബേസിക് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിട്ട് $1 എക്സ്ട്രാ ഉണ്ടെങ്കിൽ എന്താ ബാബു റിച്ച് ആണോ? അപ്പൊ റിച്ച് ആണെങ്കിൽ ബാബു അതോടെ വായിച്ച് സ്റ്റോപ്പ് ചെയ്യാം, കാരണം ഇനി ഈ ടോപ്പിക്കിലേക്ക് വരാൻ സമയമില്ല. അതുകൊണ്ടാണ് 1 Timothy 6 അതോടെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. 17 തുടങ്ങി വായിച്ചു ബാബു. അപ്പൊ ബാബുവിനുള്ള വേർഡാ, കാരണം യു ആർ റിച്ച്. ധനവാന്മാരോട് അഹങ്കരിക്കാതിരിക്കാനും അനിശ്ചിതമായ സമ്പത്തിൽ പ്രത്യാശ വയ്ക്കാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വളരെ ഉദാരമായി എല്ലാം പ്രദാനം ചെയ്യുന്ന ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാനും ഉദ്ബോധിപ്പിക്കുക. അപ്പൊ ബാബുവിനുള്ളൊരു മെസ്സേജ് അത്. കാരണം അഹങ്കരിക്കരുത്, പിന്നെ എന്ത് ചെയ്യണം? സമ്പത്തിൽ പ്രത്യാശ വയ്ക്കാതെ സന്തോഷത്തിന് വേണ്ടി ഉദാരമായിട്ട് എല്ലാം ചെലവഴിക്കണം. ഉദാരമായിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വളരെ ഉദാരമായിട്ട് എല്ലാം ചെലവഴിക്കണം. പിന്നെന്താ? ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കണം, അത് കഴിഞ്ഞിട്ടുള്ളത്. അവർ സൽപ്രവൃത്തികളിൽ സമ്പന്നരാകാൻ നന്മ ചെയ്യണം, ഉദാരമതികളും ദയാശീലരുമാകണം, യഥാർത്ഥ ജീവൻ കരസ്ഥമാക്കാൻ തങ്ങളുടെ ഭാവിക്ക് അവർ നല്ല അടിത്തറയിടട്ടെ. ഫൗണ്ടേഷൻ ഇതാ. നമുക്കുള്ള സമ്പത്ത് എങ്ങനെ ചെയ്യണം? ഉദാരമതികൾ, ലാർജ് ഹാർട്ടഡ്, ബ്രോഡ് മൈൻഡഡ്. കൊടുക്കുമ്പോൾ ലാവിഷായിട്ട് ആൾക്കാർക്ക് കൊടുക്കുക, അവരുടെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാകാൻ പാകത്തിന് കൊടുക്കുക. അപ്പോൾ ഉദാരമതികളും പിന്നെന്തായിരിക്കണം? ദയാശീലരുമായിരിക്കണം. എന്നാല് സ്വർഗത്തിൽ പണിയുന്ന വീടിന് എന്തുണ്ടാവും? ഫൗണ്ടേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ വലിയ വീട് പണിത് വെച്ചിട്ടുണ്ടാവും, അവിടെ ചെന്ന് കയറുമ്പോൾ എല്ലാം കൂടെ ഇത് ചീട്ടുകൂടാരം വീഴുന്നവരെ വീഴും, ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ. അപ്പം സ്വർഗത്തിലെ വീടിന് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബാബു എന്ത് ചെയ്യണം? കാരണം യു ആർ റിച്ച്, യു അഗ്രീഡ് ദാറ്റ് യു ആർ റിച്ച്. എന്ത് ചെയ്യണം?
സംഭാവന ചെയ്യണമെന്നൊന്നും എഴുതിയിട്ടില്ല അവിടെ. ഉദാരമതികളും ദയാശീലരായിരിക്കണം. പിന്നെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യണം. എങ്ങനെയുണ്ട് സിനി? നല്ല ഐഡിയ ആണത്. അങ്ങനെ എഴുതിയേക്കണേ. പിന്നെ ആർക്ക് വേണ്ടി ചിലവ് നോക്ക്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞെങ്കിൽ ഭാര്യയുടെയും മക്കളുടെ. 17-ാം സെന്റൻസ് ഒന്നോട് വായിച്ചു. ഈ ലോകത്തിലെ ധനവാന്മാരോട് അഹങ്കരിക്കാതിരിക്കാനും അനിശ്ചിതമായ സമ്പത്ത് പ്രത്യാശ വയ്ക്കാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വളരെ ഉദാരമായി എല്ലാം പ്രദാനം ചെയ്യുന്ന ദൈവത്തിന് പ്രത്യാശ അർപ്പിക്കാനും. നമ്മുടെ എന്ന് പറഞ്ഞപ്പോ കുടുംബത്തിന് പുറത്തേക്കും കൂടെ പോയി. ഞാനും ഒക്കെ അതിൽ പെട്ടു. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി വീട്ടിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ കൂട്ടിക്കൊണ്ടിരിക്കും. അതെ, ചർച്ച ചെയ്യുന്ന ഫാമിലി. അപ്പൊ എന്ത് ചെയ്യണം ബാബു? അപ്പൊ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവം തരുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാ, വളരെ ഉദാരമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും? പിശുക്ക് ജീവിക്കും. സമ്പത്ത് കൂടുന്നവരും പിശുക്ക് കൂടും. കാരണം പിശുക്ക് കൂടിയാലേ ഈ സമ്പത്ത് കൂടുകയുള്ളൂ. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, എന്താ പറയുക, എണ്ണയും വീഞ്ഞും ആഗ്രഹിക്കുന്നവരൊരിക്കലും സമ്പന്നരാകില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് അത് ആഗ്രഹിക്കാതെ സമ്പന്നനാകണം എന്നല്ല അതിൽ മെസ്സേജ്. അപ്പൊ ഇത് ന്യൂ ടെസ്റ്റ്മെന്റിൽ എഴുതിയേക്കുന്ന ഇതാണ്, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് യു ഹാവ് ടു സ്പെൻഡ്. നമ്മൾ വളരെ ഉദാരമായിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ദൈവം തരുന്നത്. പക്ഷെ പണം കിട്ടിയിട്ട് സന്തോഷം ഇല്ലെങ്കിലോ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അവനിങ്ങനെ അങ്ങനെ തന്നെ എന്താ പറയുന്നത്, സന്തോഷമില്ലാതെ ജീവിച്ച്. നമ്മൾ ഈ സഭാപ്രസംഗിൽ ഒരാളെ കുറിച്ച് വായിക്കുന്നുണ്ട്, ഒരാൾക്ക് മക്കളും ഇല്ല, ഭാര്യയില്ല, ഒന്നുമില്ല, പക്ഷെ അധ്വാനിച്ച് കൂട്ടി വയ്ക്കുക. എന്നിട്ട് എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് അറിയില്ല. അത് ഭാര്യയില്ല, മക്കളും ഇല്ല, ഒന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് വീണ്ടും വീണ്ടും സമ്പത്ത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് ഭാര്യയും മക്കളും ഉള്ളവരൊക്കെ സമ്പന്നരാണെങ്കിൽ ഉദാരമായിട്ട് ചെലവഴിക്കുക, വീട്ടിൽ നിന്ന് ആരംഭിച്ച് സർക്കിൾ വലുതാക്കുക. അപ്പോ അതെ, അത് നമ്മളെന്താ പറയുന്നത്, അവനവന്റെ സന്മനസ്സിനനുസരിച്ച് എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി വളരെ ഉദാരമായിട്ട്. ഉദാരമതികളാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് ക്രിസ്ത്യൻ വെർച്യു. പിശുക്കന്മാരാകുക എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വെർച്യുവേ അല്ല. മൈസറിന്റെ അവസാനം ഒരു വൈ ഇട്ടാല് മിസറി ആവും. മൈസേഴ്സ് എല്ലാം മിസറി ഫേസ് ചെയ്യുന്നവരായിരിക്കും ജീവിതത്തിൽ. കാരണം അവർ ദ്രവ്യാഗ്രഹികളാണ്. ദ്രവ്യാഗ്രഹികൾക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും.